സ്വർഗത്തിലും അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, നമ്മളെ സ്നേഹിച്ചവർ എല്ലാവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പവിത്രമായ അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷണമുള്ള റജബ് മാസത്തിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രതിസന്ധികളും, എല്ലാ രോഗങ്ങളും, എല്ലാ വേദനകളും അള്ളാഹു മാറ്റിത്തന്ന് സലാമത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ എല്ലാവർക്കും അള്ളാഹു ആരോഗ്യത്തോടെ, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് അള്ളാഹു അവന്റെ കരുണ കൊണ്ട് പ്രദാനം ചെയ്യുമാറാവട്ടെ. ക്യാൻസർ പോലെയുള്ള, കിഡ്നി ഫെയിലായി പോകുന്ന മാരകമായ രോഗങ്ങളെ പോലെയുള്ള ഒരവസ്ഥകളും അള്ളാഹു നമുക്കോ നമ്മുടെ കുടുംബത്തിലോ വരുത്താതെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ മജ്ലിസിന്റെ അവസാനം വരെ ഇരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അള്ളാഹുവേ, ഇൽമിന്റെ മജ്ലിസാണ്, ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മജ്ലിസാണ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. നീ ഞങ്ങൾക്കൊക്കെയും ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞ് ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്കൊക്കെയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവസാനം വരെയും നിന്റെ പരിശുദ്ധ ഇൽമു കേൾക്കാനുള്ള, പറയാനുള്ള തൗഫീഖും ആഫിയത്തും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. 9:30 മണി കഴിഞ്ഞു. മുന്നിലോട്ടൊന്ന് കയറിയിരുന്നപ്പാ ഇൻഷാ അല്ലാഹ്. ഓനെ വേറെ ഒന്നും നോക്കണ്ട. ആൾക്കാരൊക്കെ എല്ലാവരും വെളിയില്ല. നമ്മൾ 4, 3, 7 പേരേ ഉള്ളൂ. മുന്നിലോട്ട് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും കയറിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, കയറിയിരുന്നു ഇൻഷാ അല്ലാഹ്. കസേരയായിട്ട് വരണ്ട, ഫ്രണ്ടിൽ കസേര എടുക്കല്ലേ, മുമ്പിലോട്ട് പോവാൻ ഇൻഷാ അല്ലാഹ്. പറ്റുമെങ്കിൽ ആ റോഡിലൊക്കെ നിൽക്കുന്ന സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഉമ്മമാരുടെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ആ മക്കളൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ടിറങ്ങി. അവിടെ പെണ്ണുങ്ങളായിരിക്കുന്നത് താഴോട്ടോ, ആ പിള്ളേരൊക്കെ താഴെ ഇരിക്കേണ്ടത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെയും അള്ളാഹു ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, വീണ്ടും നന്ദാവരത്തിന്റെ മണ്ണിൽ അള്ളാഹു എത്തിച്ചു. ആദ്യമായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. 2 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 മെയ് മാസത്തിലാണ് വീണ്ടും ഒരാഗ്രഹമായിരുന്നു പവിത്രമായ ഈ മജ്ലിസിൽ വരണമെന്നുള്ളതും വഅദ് പറയണമെന്നുള്ളതും. അള്ളാഹു ആ ദുആ കേട്ടു, അള്ളാഹു ഇവിടെ എത്തിച്ചു. അവസാനം വരെയും ആരോഗ്യത്തോടെ ദീൻ പറയാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ ദുഃഖത്തിന്റെ നടുവിലാണ് ഞാനുള്ളത്. ആമുഖമായിട്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഞാനാക്കിയ ഒരുപാട് മന്നാനി പണ്ഡിതന്മാരുടെ, മഅദനി ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരുപാട് പണ്ഡിതന്മാരുടെ ആദരണീയനായ ഗുരുനാഥൻ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ്, മഹാനായ നൂറുൽ ഉലമ KP അബൂബക്കർ ഹസ്റത്ത് ഇന്നലെ വഫാത്തായ വിവരം നിങ്ങളൊക്കെയും അറിഞ്ഞു കാണും. ഈ കർണാടകക്കാർക്ക് എത്രമാത്രം KP ഉസ്താദിനെ പരിചയമുണ്ട് എന്ന് എനിക്കറിയില്ല. ഒരു പ്രശസ്തനായ പ്രഭാഷകനാണ് മന്നാനി. അതിലേറെ പ്രശസ്തനാണ് മഅദനി ഉസ്താദ്, അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് തുടങ്ങി ആയിരക്കണക്കിന്, 10,000-കണക്കിന് പണ്ഡിതന്മാരുടെ, ആയിരക്കണക്കിന് മന്നാനി, ഫൈസി, മഅദനി ഒക്കെ ബിരുദമുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ ഒരു വലിയ ഉസ്താദാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ നൂറുൽ ഉലമ KP അബൂബക്കർ ഹസ്റത്ത് നവ്വറല്ലാഹു മർക്കദ. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഞാൻ എന്തിനാണ് നിങ്ങളോട് ന്റെ പേരും ഇന്നലെ നടന്ന ആ മരണവും ആമുഖമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിലാണ് ബഹുമാനായ ഉസ്താദിനെ ഇന്നലെ കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് മുട്ടക്കാവ് എന്ന് പറയുന്ന ജമാഅത്തിൽ ഉസ്താദിനെ ഖബറടക്കപ്പെട്ടത്.
ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ ഉസ്താദ്. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പോലും ഒരിക്കലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതിരുന്ന ഒരു പണ്ഡിതൻ. നീണ്ട 60 വർഷം അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സമർപ്പിത ജീവിതം. ഒരു സ്വാത്വികനായ പണ്ഡിതന്, ഉഹറവിയായ പണ്ഡിതന് ഏതെല്ലാം ഗുണങ്ങൾ അള്ളാഹുവിന്റെ റസൂല് വിവരിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ട ഒരു വലിയ പണ്ഡിതൻ അതായിരുന്നു KP അബൂബക്കർ ഹസറത്ത്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, നവ്വറല്ലാഹു മർഖദ. അല്ലാഹുവേ, നീ അവിടുന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഇന്നലെ അസ്ർ നമസ്കാരത്തിന് ശേഷം അവിടുത്തെ ജനാസ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ സാന്നിധ്യത്തിൽ ഖബറിലോട്ട് ഇറക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ മഹാമനീഷിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ മഹാമനീഷിയുടെ ആഖിറം വെളിച്ചത്തിലാകാൻ വേണ്ടി ോടൊന്ന് തേടണം. അതിനുവേണ്ടി മാത്രമാണ് ഈ സദസ്സിലോട്ട് ഓടിയെത്തിയത്. ഇന്നലെ കൊല്ലം ജില്ലയിൽ ഇവിടെ നിന്ന് ഏതാണ്ട് 800 കിലോമീറ്റർ അപ്പുറയുള്ള കേരളത്തിന്റെ ഏറ്റവും അവസാനത്തെ സംസ്ഥാനങ്ങളിലൊന്നായ കൊല്ലം ജില്ലയിൽ മഹാനുഭാവനെ ഖബറടക്കുന്നതിന് ഞാൻ സാക്ഷിയായിരുന്നു. ഇന്ന് രാവിലെ അവിടെ നിന്ന് ട്രെയിൻ കയറി മംഗലാപുരത്തി നന്ദാപുരത്തോട്ട് ഓടി വന്നത് ഇവിടെയുള്ളവരോടും പറഞ്ഞു കൊടുക്കണം. ഒരു വലിയ പണ്ഡിതൻ തിരുവനന്തപുരം ഭാഗത്ത് ജീവിച്ചിരുന്നു. എറണാകുളം ജില്ലയിൽ 1937 ജന്മമെടുത്ത ഒരു സാത്വികനായ പണ്ഡിതന്റെ കഥ ഞാൻ പറഞ്ഞു തരാം. പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന് പറയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആദരണീയ സ്ഥാപനത്തിൽ നിന്നും ആദ്യ ബാച്ചിൽ നിന്നും ഫാളിൽ ഫൈസി ബിരുദം മേടിച്ചിറങ്ങിയ മഹാപണ്ഡിതനാണ് ശംസുൽ ഉലമ. മഹാനായ EK ഉസ്താദിന്റെ ശിഷ്യനാണ്. കോട്ടുമല ഉസ്താദിന്റെ ശിഷ്യനാണ്. എറണാകുളത്താണ് സ്വദേശം. തന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്ത് നിന്ന് കൊല്ലം ജില്ലയിലോട്ട് ഫൈളി ബിരുദം മേടിച്ചതിന് ശേഷം ഉസ്താദ് കടന്നു വന്നു. 18 വർഷം, വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള 18 വർഷം കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ ഉസ്താദ് ദർസ് നടത്തി. വിവാഹശേഷം കൊല്ലം ജില്ലയിലെ പള്ളിമുക്കിൽ ഉസ്താദ് അവിടുന്ന് ദർസ് നടത്തി. അതിനുശേഷം മന്നാനിയ സ്ഥാപനത്തിന്റെ ഉസ്താദായിട്ടും പ്രിൻസിപ്പാളായിട്ടും അവിടുന്ന് സേവനം ചെയ്തു. അതിന്റെ ഇടയിൽ 5 വർഷം മഅദനി ഉസ്താദിന്റെ സ്ഥാപനമായ ജാമിഅ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അതിന്റെ ഇടയിൽ ഒരു 5 വർഷം സേവനം ചെയ്തു. അവസാനം 10,000-കണക്കിന് കർമ്മനിരതരായ ഇമാമീങ്ങളെയും മുദരിസീങ്ങളെയും ദീനിന്റെ ദാഇകളെയും ഒക്കെ സമ്മാനിച്ച് ഒരുപാട് മന്നാനിമാരെ യതീമാക്കിക്കൊണ്ട് ഇന്നലെ രാവിലെ 5 മണിയോടടുത്ത സമയത്ത് ഉസ്താദ് വിട പറഞ്ഞു പോയി. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. ആ മഹാനുഭാവന്റെ ഒരു പേരിൽ ഫാത്തിഹ എങ്കിലും ഓതാതെ ഈ സദസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അധപകേടായി പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അൻവർ മന്നാനീനെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ കർണാടകയിലും ഞാൻ ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ കോർണടക്കയിൽ നിന്നും വാഴ കേൾക്കാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. മിത്തബയിൽ നിന്ന് വന്ന ചെറുപ്പക്കാരുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ഞാൻ എന്നെ ഈ കാണുന്ന രൂപത്തിലോട്ട് മാറ്റിയെടുത്തപ്പെട്ട ഒരാൾ ഇന്നലെ മണ്ണോട് ചേർന്ന് കിടക്കുന്നത്. ആ വലിയ മനുഷ്യന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് വേണം ഇന്നത്തെ ഈ മജ്ലിസ് ഇവിടെ ആരംഭം കുറിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഉസ്താദിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അധപകേടായി പോകും. അള്ളാഹു നാളെ ോടൊപ്പം നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഫാത്തിഹ ഉസ്താദിന്റെ പേരിലോത്. ഇലാ ഹളറത്തി ശൈഖുനാ KP ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, ഈ നൂറുകണക്കിന് സഹോദരി സഹോദരങ്ങൾ ഓതിയ ശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ അവിടുത്തെ ഹദറത്തിലോട്ട് നീ എത്തിക്കണേ അല്ലാ. അവിടത്തോടൊപ്പം നാളെ നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ശിഷ്യഗണങ്ങളെയും ചേർക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെയും കൂട്ടുകാരെയും കൂടപ്പുറപ്പുകളെയും നീ ഉൾപ്പെടുത്തി
അല്ലാ, അവിടത്തെ മഹാപൊരുത്തം കൊണ്ട് റബ്ബേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ നീ തന്ന ഇൽമ് നാഫിആക്കി തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറെ വൈകിയ ഒരു സദസ്സാണ്. കൂടുതൽ ആമുഖങ്ങളിലോട്ടൊന്നും കടന്നു പോകുന്നില്ല. ഏതാണ്ട് ഒരു 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ് വഅദ് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ 2 കാര്യങ്ങളെ നിങ്ങളോട് ആവശ്യപ്പെടുള്ളൂ. പിരിവൊന്നും ഇല്ലാത്ത സദസ്സാണ്. അപ്പൊ പിന്നെ 2 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന്, നബിതങ്ങളുടെ പേര് കേട്ടാൽ സ്വലാത്ത് നിങ്ങൾ ആവേശത്തോടെ പറയണം. 2, ദുആ ഇജാബത്തുള്ള സദസ്സാണ്. ആമീൻ പറയാതെ മാറി നിൽക്കരുത്. ആമീൻ പറയാൻ നമ്മുടെ നാവ് പൊങ്ങുന്നില്ല എങ്കിൽ നമ്മൾ പിശാചിന്റെ കൂട്ടുകാരായി പോയി എന്നാണ് അർത്ഥം. അങ്ങനല്ലേ? വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നില്ല എങ്കിൽ, ഒരു ആമീൻ പറയാൻ നമ്മുടെ നാവ് പൊങ്ങുന്നില്ല എങ്കിൽ പിശാചിന്റെ കൂട്ടുകാരനായിട്ട് അവൻ മാറി എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അപ്പൊ അതുകൊണ്ട് പിശാചിന്റെ കൂട്ടുകാരാവരുത്. ദുആ കേൾക്കുമ്പോൾ ആവേശത്തോടെ ആമീൻ പറയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നന്ദാവരക്കാരുടെ ആവേശം ഇത്രമാത്രം ഒന്നും പോരാ. നിങ്ങളൊക്കെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പിരിറ്റാണ്. അത്രയും സ്പിരിറ്റുള്ള എന്റെ ചെറുപ്പക്കാരോടും ഉപ്പമാരോടും പറയുന്നു, പൊട്ടിയാണെങ്കിലും വേണ്ടില്ല, സ്വലാത്തും പറയണം, മാമിയും പറയണം. അല്ലാഹുവേ, ഈ നാടിനെ ഒന്നടങ്കം നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ ശർറി അടങ്ങേറുകളെ തൊട്ടും ഈ നാടിനെ നീ കാക്കണേ അല്ലാ. ഇവിടത്തെ യുവത്വങ്ങൾ, കാർന്നവന്മാർ, സഹോദരിമാർ, ചെറുപ്പക്കാർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തോട് പഠിപ്പിച്ചു കൊടുത്ത ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ ഒരു അധ്യായമാണ്. ഒരു മനുഷ്യൻ 6 ലോകത്തുകൂടിയാണ് കടന്നു പോവുക. ഒരു മനുഷ്യന്റെ സഞ്ചാരം എന്നുള്ളത് 6 ലോകത്തുകൂടിയാണത്രേ. ഏതൊക്കെയാണ് 6 ലോകങ്ങൾ? പരിശുദ്ധമായ ഖുർആനിൽ ഒന്നാമതായിട്ട് ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ലോകമെന്ന് പരിചയപ്പെടുത്തിയത് ആലമുൽ ആത്മാക്കളുടെ ലോകമാണ്. മനുഷ്യ ശരീരങ്ങളെ നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ അല്ലാഹു ഒരു ലോകത്ത് അണിനിരത്തി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ കടന്നു വരാനിരിക്കുന്ന സകല മനുഷ്യരുടെയും ആത്മാക്കളെ അല്ലാഹു ഒരു ലോകത്ത് അണിനിരത്തിയിട്ട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ്? അന്നവിടെ ഒരുമിച്ച് കൂടിയ ആത്മാക്കൾ മുഴുവനും, അതിൽ മുസ്ലിമിന്റെ ആത്മാവുണ്ട്, ക്രൈസ്തവന്റെ ആത്മാവുണ്ട്, ഹൈന്ദവന്റെ ആത്മാവുണ്ട്, മതമുള്ളവന്റെ മതമില്ലാത്തവന്റെ ഒക്കെയും ആത്മാവുണ്ട്. എല്ലാവരും അല്ലാഹുവിനോട് പറഞ്ഞത്രേ, ഖാലൂ ബലാ, നീ തന്നെയാണ് റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവ്. സർവലോക പരിപാലകനും സർവലോക സംഹാരകനും സർവലോക സൃഷ്ടാവും ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിൽ ധാരകനും നീ തന്നെയാണ് എന്ന് അവിടെ കൂടിയ ആത്മാക്കൾ മുഴുവനും അല്ലാഹുവിനോട് സമ്മതിച്ചത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചരിത്രം മുഴുവനും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം മനുഷ്യൻ 2ാമത്തെ ലോകത്തേക്ക് പോയി. ഏതാണ് 2ാമത്തെ ലോകം? പിതാവിന്റെ മുതുകിൽ നിന്നും കടന്നു വന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്ന, ബീജത്തുള്ളിയായിരുന്ന നീ ഉമ്മയുടെ ഗർഭാശയം എന്ന് പറയുന്ന ഉള്ളറയിലോട്ട് കടന്നുപോയല്ലോ. 9.5 മാസക്കാലമാണ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്ത് കിടക്കുന്നത്. ആ ഒരു പ്രോസസ്സിങ്ങിനെ കുറിച്ച് അല്ലാഹു കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിതാവിന്റെ മുതുകിൽ നിന്നും കടന്നു വരുന്ന ഒരു ഇന്ദ്രിയത്തുള്ളി, ബീജത്തുള്ളി, പിന്നീട് ഉമ്മയുടെ ഗർഭാശയത്തിലോട്ട് കടന്നതൊരു രക്തത്തുള്ളിയായിട്ട് മാറുന്നു. ആ രക്തത്തുള്ളി പിന്നീട് ഒരു ഇറച്ചി കഷണമായിട്ട് മാറുന്നു. ആ ഇറച്ചി കഷണം പിന്നീട് എല്ലും കഷണമായിട്ട് മാറുന്നു. ആ എല്ലും കഷണത്തെ അല്ലാഹു കൊണ്ട് മൂടുന്നു. ഇറച്ചുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ആ എല്ലും കഷണത്തിൽ അല്ലാഹു കൈകാലുകളെ കൊടുത്തു, മുഖം കൊടുത്തു, ശരീരത്തിന്റെ അവയവങ്ങൾ അല്ലാഹു അവിടെ വെച്ച് അല്ലാഹു ക്രിയേറ്റ് ചെയ്തു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 14 വാരിയെല്ലുകൾ ഒടിയുന്ന വേദന സഹിച്ച് 9.5 മാസക്കാലത്തെ ഗർഭധാരണത്തിന് ശേഷം ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാർ, നമ്മുടെ മാതാക്കളും നമ്മളെ പ്രസവിച്ചിട്ട് 3ാമത്തെ ലോകത്തേക്ക് അഥവാ ദുനിയാവിലോട്ട്
രണ്ടാമത്തെ ലോകം ഉമ്മയുടെ ഗർഭാശയമാണ്. മൂന്നാമത്തെ ലോകം ഈ ദുനിയാവാണ്. ദുനിയാവാണ് മനുഷ്യന്റെ മൂന്നാമത്തെ ലോകം. രണ്ടാമത്തെ ലോകം ഉമ്മയുടെ ഗർഭാശയമായിരുന്നു. ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമായിരുന്നു. ഉമ്മയുടെ ഗർഭാശയത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈ ലോകത്തെ ഏറ്റവും വലിയ സേഫ് സോൺ എന്നാണ്. ഫീ ഖറാരിൻ മക്കീൻ, സൂറത്തു നൂറിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ഉമ്മയുടെ ഗർഭാശയം എന്നുള്ളത് നിന്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ സേഫ് സോണാണ്. ഫീ ഖറാരിൻ മക്കീൻ, സുരക്ഷിതമായ സ്ഥലം. അവിടെ നിന്നാണ് ദുനിയാവിലോട്ട് നമ്മൾ കടന്നു വന്നത്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ മൂന്നാമത്തെ ലോകമാണ്. പരിശുദ്ധമായ ഖുർആനിൽ 6600 പരം ആയത്തുകളുള്ള 114 സൂക്തങ്ങളുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 115 തവണയാണ് ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. 115 തവണയാണ് അള്ളാഹ് ഈ ദുനിയാവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നത്. ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നത് ഇത് ശാശ്വതമായ ലോകമെന്നല്ല, ല്ലാത്ത ലോകമെന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങളുള്ള ലോകമെന്നല്ല. 115 തവണയും അള്ളാഹു നമ്മളോട് ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു തന്നത് വമൽ ഹയാത്തു ദുനിയാ ഇല്ല മതാഉൽ ഉറൂർ, തീർച്ചയായിട്ടും നിന്നെ ചതിക്കുന്ന ലോകമാണ് ദുനിയാവെന്നാണ് ജഗന്നിയന്താവായ പടച്ചവൻ നമ്മളെ ഈ ദുനിയാവിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നത്. ചതിക്കുന്ന ലോകമാണ് ദുനിയാവ്, നമ്മളെ വഞ്ചിക്കുന്ന ലോകമാണ് ദുനിയാവ്. എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞു, അദ്ദുനിയാ സിജ്നു, പൈസ ഉണ്ടാക്കാൻ വേണ്ടി നീ ഓടി നടക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, ഈ ദുനിയാവ് നിന്നെ സംബന്ധിച്ചിടത്തോളം ജയിലാണ് മനുഷ്യ. ഈ മനുഷ്യ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന് മാത്രമാണ് ഈ ദുനിയാവ് സ്വർഗമെന്നുള്ളത്. ലൗ കാനത്തി ദുനിയാ തഅദിലു പടച്ചവനെങ്ങാനും ഈ ദുനിയാവിന്റെ മണ്ണിന് ഒരു കൊതുകിന്റെ ഈച്ചയുടെ ചിറകിന്റെ വില കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹു ഈ ദുനിയാവിന്റെ മണ്ണിൽ നിന്നും ഒരിറക്കു വെള്ളം പോലും അള്ളാഹുവിനെ വിശ്വസിക്കാത്തവന് കൊടുക്കില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വില കൊടുക്കാത്ത അവഗണിച്ച ലോകത്തേക്കാണ് അള്ളാഹു നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പറഞ്ഞു വിട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ആദ്യം എനിക്കും ശേഷം നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരിക്കൽ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിലോട്ട് കടന്നു പോവുകയാണ്. തന്റെ ഉമ്മയുടെ മരണത്തിന് ശേഷം ആദ്യമായിട്ടോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോവുകയാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ സമക്ഷത്തിലോട്ട് കടന്നു ചെല്ലുമ്പോ അള്ളാഹു പറയുന്നു, മൂസാ, നിനക്കറിവില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ മൂസാ, ഒരു വിചിത്രമായൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ മൂസാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കാതോർത്ത് നിൽക്കുകയാണ്. അള്ളാഹു എന്താണ് തന്നോട് പറയുന്നതെന്ന് കേൾക്കാൻ മഹാനായ മൂസാ നബി അവിടെ ചെവി കൂർപ്പിച്ചിരിക്കുകയാ. ഈ സമയത്ത് അള്ളാഹു പറയുന്നു, മൂസാ, അവസാന നാളാകുമ്പോ ലോകത്ത് താമസിക്കുന്ന മനുഷ്യരുടെ ആയുസ് എന്നുള്ളത് കുറവായിരിക്കും മൂസാ. അവസാന നാളാകുമ്പോൾ ഈ ലോകത്ത് താമസിക്കുന്ന ആളുകളുടെ ആയുസ് കുറവായിരിക്കും മൂസാ. അഅ്മാറുഹും ബൈന 60 വ 70, അവരുടെ ആയുസ് എന്നുള്ളത് 60-ന്റെയും 70-ന്റെയും ഇടയിലായിരിക്കും. ഒരുപാട് ആയുസൊന്നും കാണില്ല, ഒരുപാട് ൊന്നും കാണില്ല. ഇതാരോടാണ് അള്ളാഹു പറയുന്നതെന്നറിയോ? 1000-ഉം 1200-ഉം വർഷം ആയുസുള്ള ജനതയോടാണ്. മൂസാ നബിയുടെ ചരിത്രമെടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തിനും അവിടത്തെ ശിഷ്യഗണങ്ങൾക്കും 1000-ഉം 1200-ഉം വർഷം ആയുസുണ്ടായിരുന്നു. ആ ജനതയോടാണ് അള്ളാഹു പറയുന്നത്, അവസാന കാലഘട്ടമാകുമ്പോൾ
മനുഷ്യന്റെ ആയുസ് എന്നുള്ളത് അത് 60-ന്റെയും 70-ന്റെയും ഇടയിൽ മാത്രമായിരിക്കും അത്ര. മഹാനായ മൂസാ നബി അവിടുന്ന് വഹ്യ് കേൾക്കുകയാണ്, ഈ ഇൽമ അവിടുന്ന് കേൾക്കുകയാണ്. തന്റെ ശിഷ്യഗണങ്ങളുടെ അരികിലോട്ട് മൂസാ നബി കടന്നു വന്നു. അല്ലാഹു പറഞ്ഞ കാര്യം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഈ സമയത്ത് ശിഷ്യന്മാര് ചോദിക്കുന്നു, നബിയേ 60 വയസ്സുകൊണ്ടവരെന്ത് ചെയ്യാൻ നബിയേ? 60 വയസ്സ് മാത്രമായുസുള്ള മനുഷ്യൻ അവൻ ഈ ലോകത്തോട്ട് കടന്നു വരുന്നത് എന്തിനാ നബിയേ? ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു 10 ദിക്ർ ചൊല്ലാനല്ലാതെ അവന്റെ ആയുസ് തികയില്ലല്ലോ നബിയേ. 1000-ഉം 1200-ഉം വർഷമായുസുള്ള മനുഷ്യരോ മൂസാ നബിയുടെ ഈ കഥ കേൾക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു തരുന്ന കേൾക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവിടെ ഇരുന്ന് ചിരിക്കുകയാ. അവരെല്ലാവരും പരസ്പരം അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, എന്തിനാണ് 60 വർഷം അവർക്ക് കൊടുക്കുന്നത്? എന്തേ നമ്മളെപ്പോലെ 1000-ഉം 1200-ഉം വർഷം അവർക്ക് ആയുസില്ലാത്തത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസയോട് അള്ളാഹു പറഞ്ഞ ഈ കാര്യം അവിടുന്ന് തന്റെ സമുദായത്തോട് പഠിപ്പിച്ചു കൊടുക്കാണ്. സ്വഹാബ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. നമ്മുടെ ഉമ്മത്തിന്റെ ആയുസ് എന്നുള്ളത് 60-ന്റെയും 70-ന്റെയും ഇടയില. ഒരുപാട് ആയുസ്സൊന്നും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കരുത്. ഒരുപാട് ആയുസ്സൊന്നും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കരുത്. പക്ഷേ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മഹ്ശറയിലോട്ട് ആദ്യം കടന്നു വരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായമായിരിക്കും, ഉമ്മത്തായിരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദം നബിയുടെ സമുദായം കടന്നുപോയി, ഇദ്രീസ് നബിയുടെ സമുദായം കടന്നുപോയി, 1,23,999 പ്രവാചകന്മാരുടെയും സമുദായം കടന്നുപോയി. പക്ഷെ അവരെക്കാളും ഒക്കെ മുമ്പ് അള്ളാഹുവിന്റെ മഹ്ശറയിലോട്ട് കടന്നു വരുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തായിരിക്കും. നമ്മളായിരിക്കും ആദ്യം അല്ലാഹുവിന്റെ മഹ്ശറയിലോട്ട് കടന്നു പോകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചുരുങ്ങിയ ജീവിതമാണ് സഹോദരങ്ങളെ. ഈ ദുനിയാവെന്നുള്ളത് ചുരുങ്ങിയ ജീവിതമാണ്. മഹാനായ നബി അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, പക്ഷേ ഈ സമുദായത്തിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഈ സമുദായത്തിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. അവരെങ്ങാനും ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് 10 ഇരട്ടിയായിട്ടായിരിക്കും, അതിന്റെ 10 ഇരട്ടി പ്രതിഫലമായിരിക്കും അല്ലാഹു നൽകുന്നതോ. ഈ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒരു നന്മ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് ചെയ്യേണ്ട സഹോദര തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഉണ്ടാവരത്തെ വാളിന്റെ മജ്ലിസിലോട്ട് കടന്നു വരണമെന്ന് വീട്ടിലിരുന്ന് തീരുമാനിച്ചു. ആ മനുഷ്യൻ ഈ വാളിന്റെ മജ്ലിസിലോട്ട് കടന്നു വന്നിട്ടില്ല. സാഹചര്യങ്ങൾ കൊണ്ട് കടന്നു വരാൻ കഴിഞ്ഞതുമില്ല. ഒന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ വലതുഭാഗത്തിരിക്കുന്ന മുൻകർ എന്ന് പറയുന്ന റഖീബ് എന്ന് പറയുന്ന മലക്കിനോട് അല്ലാഹു പറയുന്നു, റഖീബേ, എന്റെ ഇന്ന അടിമ ഒരു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ? നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കാരണത്താൽ ഒരു നന്മ ചെയ്ത പ്രതിഫലം രേഖപ്പെടുത്തണേ മലക്കേ എന്ന് റഖീബ് എന്ന് പറയുന്ന മനുഷ്യന്റെ വലതു തോളിലിരിക്കുന്ന മലക്കിനോട് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരാ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ഒരുപാട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇന്നലകളിലോട്ട് നോക്കുമ്പോ എത്രയോ പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കണ്ണുകൊണ്ട് എത്രയോ ഹറാമ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ ചെവി കൊണ്ട് എത്രയോ ഹറാമുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? കരങ്ങൾ കൊണ്ട് എത്രയോ ഹറാമുകൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ?
മൂസാ നബി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തെന്നാണ്, ഉമ്മത്തി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഈ ഉമ്മത്തൊരു പാപം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്യണ്ട ഇന്ന പാപം ചെയ്യണമെന്നവര് മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനിച്ചതിന്റെ പേരിൽ, ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പേരിൽ ഇടത് തോളിലിരിക്കുന്ന മലക്കവിടന്ന് എഴുതാൻ തുടങ്ങുകയാണ്. അതീതെന്ന് പറയുന്ന മല എഴുതാൻ തുടങ്ങുകയാണ്. ഇന്ന മനുഷ്യൻ പാപം ചെയ്യാൻ തീരുമാനിച്ചു അതുകൊണ്ട് മോശം ചിന്തിച്ചതിന്റെ പേരിൽ അല്ലാഹുവേ അവിടുന്ന് മലക്കെഴുതാൻ പോവുകയാണ്. ഈ സമയത്ത് അല്ലാഹു ആ മലക്കിനോട് പറയുന്നത്, എഴുതല്ലേ, ആ മനുഷ്യൻ തെറ്റ് ചെയ്തില്ലല്ലോ, ചിന്തിച്ചല്ലേയുള്ളൂ, വ്യഭിചരിക്കാൻ ചിന്തിച്ചല്ലേയുള്ളൂ, കള്ളു കുടിക്കാൻ ചിന്തിച്ചല്ലേയുള്ളൂ, കള്ളം പറയാൻ ചിന്തിച്ചല്ലേയുള്ളൂ, ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഇടതു തോളിലിരിക്കുന്ന മലക്കിനോട് അല്ലാഹു പറയുകയാണ്, ചെയ്താലു മാത്രം നിങ്ങൾ എഴുതിയാ മതി, ചെയ്താലു മാത്രം നിങ്ങൾ എഴുതിയാ മതി. അങ്ങനെ ആ മനുഷ്യനെങ്ങാനും ആ ചിന്തിച്ച തെറ്റ് ചെയ്തു പോയാ ഇടതുഭാഗത്തിരിക്കുന്ന മലക്കഥ എഴുതാൻ പോവുകയാണ്. ഇന്നവൻ വ്യഭിചരിച്ചു, അല്ലാ, ഇവൻ കള്ളുകുടിച്ചു, അല്ലാ. നമ്മുടെ കിതാബിൽ എഴുതാൻ പോകുമ്പോ അല്ലാഹ് വീണ്ടും പറയുകയാണ്, എഴുതല്ലേ മലക്ക്, തെറ്റ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തല്ലേ. 6 മണിക്കൂർ സമയം ഇവന് കൊടുക്കൂ, 6 മണിക്കൂർ സമയം ഇവന് കൊടുക്കൂ. ഇവനെങ്ങാനും അതിന്റെ ഇടയിൽ തൗബ ചെയ്താൽ നിങ്ങൾ എഴുതല്ലേ എന്നും മലക്കിനോട് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളൊരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്തതായിട്ട് രേഖപ്പെടുത്തുമെടോ. പക്ഷേ ഒരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹു എഴുതില്ലോ. ചെയ്താലും 6 മണിക്കൂർ വരെ അല്ലാഹു കാത്തിരിക്കുകയാണ്. ഇവൻ എന്നോട് തൗബ ചെയ്യുമോ, ഇവൻ എന്നോട് പുറത്തു തരാൻ ആവശ്യപ്പെടുമോ? 6 മണിക്കൂർ കഴിഞ്ഞിട്ടും തൗബ ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് ഇടത് തോളിലിരിക്കുന്ന മലക്കൊരു പാപം ചെയ്തതാ എഴുതുകയുള്ളൂ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഈ സമുദായത്തിന് അല്ലാഹു കൊടുത്ത മഹത്വങ്ങളിൽപ്പെട്ടതാണ്. ഈ സമുദായത്തിന് അല്ലാഹു കൊടുത്ത മഹത്വങ്ങളിൽപ്പെട്ടതാണ്. വലത് തോളിലിരിക്കുന്ന മലക്കിനോട് ഒരു നന്മ നമ്മൾ തീരുമാനിച്ചാൽ പറയും, എഴുത്, ഒരു നന്മ ചെയ്തു എന്നെഴുത്. നമ്മളെങ്ങാനും ആ തീരുമാനിച്ച നന്മ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പറയും 10 എണ്ണം പ്രവർത്തിച്ചതായിട്ടെഴുത്. 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു, ആ നിസ്കാരം നമ്മൾ നിർവഹിച്ചു, ഒരു സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. ഒരു നോമ്പ് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു, നോമ്പ് പിടിച്ചു. വലത് തോളിലിരിക്കുന്ന മലക്കിനോട് അല്ലാഹു പറയും 10 സുന്നത്ത് നോമ്പ് പിടിച്ചതിന്റെ പ്രതിഫലം നീ എഴുത്. ഇടത് തോളിലിരിക്കുന്ന മലക്ക് നമ്മളൊരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചാ പറയും, എഴുതല്ലേ, അവൻ തിന്മ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ഇനി ആ തീരുമാനിച്ച തിന്മ പ്രവർത്തിച്ചു, അപ്പോഴും പറയും എഴുതല്ലേ, കാത്തിരിക്ക്, 6 മണിക്കൂർ വരെ സമയം കൊടുക്ക്. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാതിരിക്ക്. പ്രവർത്തിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഒരു തിന്മ ചെയ്തതായിട്ട് രേഖപ്പെടുത്ത് എന്ന് ോട് അല്ലാഹ് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ഈ സമുദായത്തിന് അല്ലാഹു കൊടുത്ത മഹത്വങ്ങളാണോ? ഇതിനു മുമ്പുണ്ടായിരുന്ന സമുദായത്തിനൊന്നും ഇങ്ങനത്തെ മഹത്വമില്ല. ഒരു നന്മ ചെയ്താൽ 10 നന്മ ചെയ്ത പ്രതിഫലം, ഒരു നന്മ ചെയ്താൽ 10 നന്മ ചെയ്ത പ്രതിഫലം. പരിശുദ്ധമായ റമളാനിൽ ഒരു നന്മ ചെയ്താൽ 70 ഇരട്ടി പ്രതിഫലം, 70 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം. അതൊക്കെ ഈ സമുദായത്തിന് മാത്രമുള്ള പ്രത്യേകതകളാണ്. ഇതെല്ലാം ഇത്രമാത്രം പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ഈ സമുദായത്തിനൊരു ദുസ്വഭാവമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമുക്കൊരു ദുസ്വഭാവമുണ്ടെന്ന് നബി മുഹമ്മദ്
ഏതാണ് ആ ദുസ്വഭാവം എന്നറിയുമോ? ലൗ ഇന്നലി ഇബ്നി ആദമ വാദിയം മിനൽ ദഹബ്, ഈ മനുഷ്യനെങ്ങാനും അല്ലാഹു ഒരു മല നിറച്ച് സ്വർണം കൊടുത്താൽ, ഒരു പർവ്വതം മുഴുവനും അല്ലാഹു സ്വർണമാക്കിയിട്ട് നമ്മുടെ മുന്നിലോട്ട് അല്ലാഹു വെച്ച് തന്നാലും മനുഷ്യന് സമ്പത്തിനോടുള്ള ആഗ്രഹം അവസാനിക്കില്ലോ, മനുഷ്യന് ോടുള്ള ആർത്തി അവസാനിക്കില്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാ, ഒരു പർവ്വതം മുഴുവനും അല്ലാഹു സ്വർണമാക്കിയിട്ട് നമുക്ക് തന്നു. മനുഷ്യൻ അല്ലാഹു ഒരു പർവ്വതം മുഴുവനും സ്വർണമാക്കിയിട്ട് കൊടുത്തു. ഈ സമയത്ത് അവൻ അല്ലാഹുവിനോട് പറയുന്നത് എന്തെന്നറിയോ? പടച്ചവനെ, അയ്യുഹിബ്ബലഹു വാദിയാ, ഇതുപോലത്തെ 2 മല നിറച്ച് നീ എനിക്ക് സ്വർണം തരുമോ റബ്ബേ? ഒരു മല കിട്ടിയവൻ പറയുകയാടോ, ഒരു മല നിറച്ച് സ്വർണം കിട്ടിയവൻ പറയുകയാടോ, ഇതുപോലെ 2 മല നിറച്ച് നീ എനിക്ക് സ്വർണം തരണേ അല്ലാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മനുഷ്യന് മനസ്സില്ലടോ. അതാണ് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ നെഗറ്റീവ് എന്നുള്ളത്. ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്വഭാവം എന്നുള്ളത് അതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഒരാൾക്കും മനസ്സില്ലോ. 1 കോടി കിട്ടിയവന്റെ ആഗ്രഹം 2 കോടി വേണമെന്നാണ്, 2 കിട്ടിയവന്റെ ആഗ്രഹം 3 വേണമെന്നാണ്, 3 കിട്ടിയവന്റെ ആഗ്രഹം 4 വേണമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാ, മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ആഗ്രഹം അവസാനിക്കുന്നത് എപ്പോഴെന്നറിയുമോ? ഒരു മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ആഗ്രഹം എപ്പോഴാണ് അവസാനിക്കുന്നതെന്നറിയോ? നാളെ നമ്മൾ മരിച്ചു, അവന്റെ ജനാസ കൊണ്ടുവന്ന് കബറിലോട്ട് ഇറക്കി വെച്ചു, പലക വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. ആളുകൾ 3 പിടി മണ്ണ് വാരിയിടുമല്ലോ, മയ്യത്തിന്റെ മുകളിലോട്ട് ആളുകൾ 3 പിടി മണ്ണ് വാരിയിടുമല്ലോ. ആ മണ്ണ് വന്നിട്ട് മനുഷ്യന്റെ വായിലോട്ട് വന്ന് വീണ് വാ നിറയുന്നത് വരെയും മനുഷ്യന് സമ്പത്തിനോടുള്ള ആഗ്രഹം അവസാനിക്കില്ല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എത്ര കിട്ടിയാലും നമുക്ക് മതി വരില്ലോ. അത് മനുഷ്യന്റെ ഏറ്റവും വലിയ ദുസ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഖൽബു ശൈഖി ശാബുൻ അലാ ഇസ്നതൈൻ. ഒരു മനുഷ്യന്റെ ഹൃദയം 2 കാര്യങ്ങൾ മേല് ചെറുപ്പമായിരിക്കുമത്രോ. 2 കാര്യങ്ങൾക്ക് ഒരിക്കലും വാർദ്ധക്യം ബാധിക്കില്ല സ്വഹാബ. മരിക്കുന്നത് വരെയും 2 ആഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ കൂടെ എപ്പോഴും കാണും. ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? തൂലുൽ ഹയാത്ത്. ഞാൻ വയസ്സാകാതിരുന്നെങ്കിൽ, ഞാൻ നരയ്ക്കാതിരുന്നെങ്കിൽ, എന്റെ മുടിയും എന്റെ താടിയും നരയ്ക്കാതിരുന്നെങ്കിൽ, ചെറുപ്പക്കാരനെ പോലെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ചിന്ത മനുഷ്യന്റെ മരണം വരെയും കൂടെ കാണുമെന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹമാണ് ചെറുപ്പക്കാരനായിട്ട് നിലകൊണ്ട കുഴപ്പമില്ല. ചെറുപ്പക്കാരനായിട്ട് നിലകൊള്ളണം, എല്ലാവരുടെ ആഗ്രഹമല്ലേ? അതാണ് 70 വയസ്സ് കഴിഞ്ഞ വാപ്പ ഇപ്പോഴും ഡൈ അടിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താ? കബറിലോട്ട് കാല് നീട്ടി വെക്കുന്നവൻ പോലും ഡൈ അടിച്ചുകൊണ്ട് നടക്കുന്ന കാലം. അള്ളാഹു കാക്കുമാറാവട്ടെ. മുടി കറുപ്പിച്ച്, താടി കറുപ്പിച്ച്. അള്ളാഹുവേ, മരണത്തിന് മുന്നേയുള്ള ലക്ഷണമാണ്. ഞാൻ മരിക്കാൻ പോവാണ്, കബറിലോട്ട് അടുത്തിരിക്കുകയാണ്, ജീവിച്ച കാലം അത്രയും ജീവിക്കാനില്ല എന്ന് അള്ളാഹു അറിയിച്ചു തരുന്നതാണ് തന്റെ ഈ നരയെന്ന് മനസ്സിലാക്കാൻ ഇന്നാരും ശ്രമിക്കുന്നില്ലടോ.
ഇന്നെല്ലാവർക്കും ചെറുപ്പമാകണം. ഡൈ അടിക്കാനും താടി കറുപ്പിക്കാനും മുടി കറുപ്പിക്കാനും പിരികം വരെ കറുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ചില വാപ്പാമാരും ചില മുസ്ലിം താത്താമാരും ഉണ്ട്. പിരികം വരെ നരച്ച പിരികം കറുപ്പിക്കുന്നവരുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 70 വയസ്സായി എന്നാലും 25 വയസ്സിനെ പോലെ നടക്കണം. അത് മനുഷ്യന്റെ മരണം വരെയും കൂടെയുള്ള ആഗ്രഹമായിരിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകമാണ്. 2 അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമത്തെ ഏറ്റവും വലിയ ആഗ്രഹം പണമുണ്ടാക്കുക. പണമുണ്ടാക്കുക. കാലും കയ്യും തളർന്ന് വീടിന്റെ അകത്ത് കിടക്കുന്ന വാപ്പാടെയും ആഗ്രഹം 1 കോടി കിട്ടിയാ കൊള്ളാം, 1 കോടി കിട്ടിയാ കൊള്ളാം. മക്കൾക്ക് പൈസയുണ്ട്, വലിയ വീടുണ്ട്, ബാധ്യതകളെല്ലാം തീർന്നു, ഇനി പൈസയുടെ ഒരാവശ്യമില്ല. എന്നാ പോലും ആഗ്രഹം 10 കോടി കൈ കിട്ടിയാൽ വലിയ തിരക്കേടില്ല. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദുസ്വഭാവമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവരും കണക്കാണ്, എല്ലാവരും കണക്കാണ്. പണത്തിന്റെ വിഷയത്തിൽ 10 പൈസ എവിടെ നിന്ന് കിട്ടുമോ അങ്ങോട്ട് ഓടിയെത്തുന്നവന്റെ പേരാണ് മനുഷ്യൻ. പണം എന്ന് പറഞ്ഞ അങ്ങനെയാണ്. മരിച്ച് മയ്യത്ത് കൊണ്ടുപോയിട്ട് ഖബറിൽ വെച്ച് ആ സമയത്ത് ആളുകൾ മുകളിലോട്ട് ഇടുന്ന ആ മണ്ണ് വന്നിട്ട് അവന്റെ വായിൽ വന്ന് നിറയുന്നത് വരെയും മനുഷ്യന് പണത്തോടുള്ള ആക്രാന്തം, ആർത്തി അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് സ്വഭാവം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൈറായ സമ്പത്ത് വേണം, നല്ലതിനു വേണ്ടി ചെലവഴിക്കാനുള്ള സമ്പത്ത് വേണം. എത്രയോ ആലിമീങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ആലിമീങ്ങളെ എടുത്തൊന്ന് പരിശോധിച്ചു നോക്ക്. എത്രയോ വയസ്സായവരുണ്ടോ സമ്പത്തിനോടും ആർഭാടങ്ങളോടും യാതൊരു താല്പര്യവുമില്ലാത്ത നമ്മുടെ ഉസ്താദുമാർ. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ തുടങ്ങിയിട്ട് അവസാനിച്ച ഒരു വലിയ സന്ദേശയാത്ര കന്യാകുമാരിയുടെ മണ്ണിൽ നിന്നും തുടങ്ങി മംഗലാപുരത്ത് അവസാനിച്ച മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങൾ. അല്ലാഹുവേ, നീ ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. മഹാനുഭാവന്റെ കൂടെ വലിയ അവിടത്തെ വാഹനത്തിന്റെ അകമ്പടി സേവിച്ച് പുറപ്പെട്ടത് വലിയ ലക്ഷറി വാഹനങ്ങളുണ്ട്. കന്യാകുമാരിയിൽ നിന്നും ആ യാത്ര ആരംഭിച്ച സമയത്ത് പടച്ചവനെ ആദ്യത്തെ ദിവസവും ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ എന്റെ വീട്ടിലോട്ട്, എന്റെ വീടിന്റെ അടുത്ത് തങ്ങൾ വരുന്നത് വരെ ഞാൻ നോക്കിയിരുന്നു. എത്രയോ സ്ഥലങ്ങളിലുള്ള സ്വീകരണങ്ങൾ നമ്മൾ ലൈവായിട്ട് കണ്ടു. ഒരിക്കലെങ്കിലും തങ്ങൾ ഏതെങ്കിലും വില കൂടിയ, അവിടെ എത്രയോ വാഹനങ്ങളുണ്ട്, തങ്ങളെ കൊണ്ടുപോകാൻ മേഴ്സിഡൻസ് ബെൻസ് ഉണ്ട്, അതുപോലെ BMW കാറുണ്ട്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ക്യാരവാൻ തരാമെന്ന് പറഞ്ഞ വലിയ മുതലാളിമാരുണ്ട്. അവരോടൊക്കെയും തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് വേണ്ട. 809 കിലോമീറ്റർ നീണ്ട 10ൽ പരം ദിവസങ്ങൾ അവിടുന്ന് സഞ്ചരിച്ചു. ഒരിക്കൽ പോലും ഒരു ആർഭാട വാഹനം, ആ യാത്രയ്ക്ക് രൂപത്തിൽ ഒരു ആർഭാട വാഹനം തങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ദുനിയാവിനോട് വിരക്തിയുള്ള ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ അഭിവന്ദ്യ നേതൃത്വത്തിലോട്ട് നോക്കിയാൽ മതി. ജീവിച്ചിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. 61 വയസ്സുള്ളൊരു മനുഷ്യൻ, ഒരാദർശവും ഒരാളുടെയും മുന്നിൽ അടിയറവ് വെക്കാത്ത ഒരു വലിയ പണ്ഡിതൻ, മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങൾ. അല്ലാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാക്ഷിയാണ് നമ്മളെല്ലാവരും, സാക്ഷിയാണ് നമ്മളെല്ലാവരും. പന്തളത്ത് തങ്ങൾ വന്നു. പന്തളത്ത് പത്തനംതിട്ട ജില്ലയിൽ സ്വീകരണം കൊടുത്തു. തങ്ങൾ അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഏറെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. തങ്ങൾ പറഞ്ഞു, ഇത് ഇലാഹിയായ പ്രസ്ഥാനമാണ്, തഖ്വയിൽ അധിഷ്ഠിത പ്രസ്ഥാനമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ ആരംഭം ഒരു ഹദീസാണ്. ഇദാ ളുഹറ അലൈക്കുമുൽ ബിദ്അ, ഈ സമുദായത്തിന്റെ മേൽ ഇതുവരെയും പരിചയമല്ലാത്ത ബിദ്അത്തുകൾ രൂപാന്തരപ്പെട്ടപ്പോൾ ഫസക്കത്തൽ ആലിം, അത് കണ്ടിട്ട് ഒരു ആലിമും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഫലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകും എന്നുള്ള ആ ഹദീസ് മനസ്സിലാക്കിക്കൊണ്ടാണ് 926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന് ഇവിടെ രൂപം കൊടുക്കാൻ അന്നത്തെ കാലത്തെ പണ്ഡിതന്മാര് തയ്യാറായത്. മനസ്സിലാക്കണം, വെറുതെ വന്നതല്ല സമസ്ത. ഞാനും നിങ്ങളും ഒരു സമസ്തയുടെ അനുഭാവിയാണ്, അതല്ലെങ്കിൽ സമസ്തയുടെ വേദികളിൽ പ്രസംഗിക്കുന്നവരാണ്, പ്രഭാഷണം നടത്തുന്നവരാണ്.
ഹിദായയുടെയും അതുപോലെ തന്നെ SKSSF-ന്റെയും കുട്ടികളുടെ ആവേശത്തോടുകൂടിയുള്ള അവരുടെ തക്ബീർ ധ്വനികളുടെ മുന്നിലൂടെ നടന്നു പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു ഊറ്റം കൊള്ളുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്ഭവത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 926 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപം കൊണ്ട പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 10,000-കണക്കിന് മദ്രസകളിൽ അധികമുള്ള ഒരു മഹിതമായ പ്രസ്ഥാനം ഫെബ്രുവരിയിൽ വിളിക്കുകയാണ് കാസർഗോഡ് കുനിയയിലേക്ക്. 4, 5, 6, 7, 8 തീയതികളിൽ നീണ്ടു നിൽക്കുന്ന ഏക്കർ കണക്കിനോളം സ്ഥലം അവിടെ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹിതമായ പരിപാടിയിലേക്ക് സമസ്ത നമ്മളെ വിളിക്കുകയാണ്. എന്തു പറഞ്ഞു തരാൻ? തഖ്വ പറഞ്ഞു തരാൻ. എന്തു പറഞ്ഞു തരാൻ? ഇഖ്ലാസ് പറഞ്ഞു തരാൻ. എന്താണ് ഈമാൻ എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആ സമ്മേളനത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. ഈമാനും ഇഖ്ലാസും ഉഖറവിയായ ഉലമാക്കളുടെ സിഫാത്തുകളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കെട്ടകാലഘട്ടത്തിന്റെ നടുവിലാണ് സമസ്ത നമ്മളെ വിളിക്കുന്നത്. യഥാർത്ഥ ഈമാനും ഇഖ്ലാസും ഉഖറവിയായ പണ്ഡിതന്മാരുടെ സിഫാത്തുകളും പറഞ്ഞു തരാൻ. അല്ലാഹു പോകാനും ആ ദുആയിലൊക്കെ പങ്കെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കോയക്കുട്ടി ഉസ്താദ് എന്ന് പറയുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു കാലത്ത് ആദരണീയ അധ്യക്ഷനായിരുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും പല സദസ്സിലും ഉസ്താദന്മാര് പറയാറുണ്ട്, ഏത് സദസ്സിലും എഴുന്നേറ്റ് നിന്നാലും അവിടുന്ന് പറയും, മക്കളെ, ആഖിറം മറന്നുള്ള സമ്പാദ്യം നിങ്ങൾ ചെയ്യരുത്. പൈസ ഉണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്. പലിശയ്ക്ക് കൊടുത്താൽ മതി, പൈസ കിട്ടും. ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, പൈസ ഉണ്ടാക്കാം. പല രീതിയിലും പൈസ ഉണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞതല്ലാത്തൊരു മാർഗത്തിലൂടെ നിങ്ങൾ ധനം സമ്പാദിക്കരുത് എന്ന് പറഞ്ഞു പോയവരാണ് നമുക്ക് മുമ്പേയുള്ള മഹാന്മാർ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് പലിശ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റുമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന എത്രയോ മുസ്ലിം ഫാമിലികളുണ്ട്. പറയാതിരിക്കാൻ നിർവാഹമില്ല. CC നമുക്കൊക്കെ ഹലാലായി, പണയം നമുക്ക് ഹലാലായി, ലോണ് നമുക്ക് ഹലാലായി. ഹലാലാകാത്തിന് ഒന്നുമില്ല. അതിനെ തട്ടിക്കൂട്ടി ഫത്വ കൊടുക്കാൻ കുറെ പണ്ഡിതന്മാരും. അള്ളാഹു കാക്കുമാറാവട്ടെ. ഹറാം ഹലാലായി മാറുന്ന കാലം അതാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞത്, അലൈക്കും സമാൻ, ഒരു കാലഘട്ടം നമ്മളിലോട്ട് കടന്നു വരും സഹാബ. അന്ന് കൈവെള്ളയുടെ അകത്ത് തീക്കട്ടയെടുത്ത് വെക്കുന്നതിനേക്കാളും കഠിനമായിരിക്കും അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കലെന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഹറാം ഹലാലായി മാറുന്ന കാലമാണ്, ഹറാം ഹലാലായി മാറുന്ന കാലമാണ്. പടച്ച റബ്ബേ, തഖ്വ നഷ്ടപ്പെട്ടു പോകുന്ന കാലമാടോ, ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്ന കാലമാടോ. പണ്ഡിതനെന്നും പാമരനെന്നും പണക്കാരനെന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ആർഭാടങ്ങളെ ഇഷ്ടപ്പെടുന്ന കാലമാണോ? എല്ലാവരും ആർഭാടങ്ങളെ ഇഷ്ടപ്പെടുന്ന കാലമാണോ? നല്ല വാഹനം ലഭിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. വലിയ വീട് കെട്ടണമെന്നു നമ്മുടെ ആഗ്രഹം. വലിയ സുന്ദരി നല്ലൊരു ഭാര്യയെ ലഭിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പണവും പദവിയും പത്രാസും ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയോ, ഔലിയാക്കളുടെ സിഫാത്തുകൾ എന്തൊക്കെയെന്നറിയുമോ? ഒരു വലിയന്റെ സിഫത്ത് എന്തെന്നറിയുമോ? തറക ദുനിയാ. വലിയന്റെ സിഫത്ത് ഞാൻ പറഞ്ഞു തരാം. ഔലിയാക്കളുടെ ഒന്നാമത്തെ ഗുണം അല്ലാഹു പറഞ്ഞു തരികയാണ്. അവരല്ലാഹുവിന്റെ ദുനിയാവിനോട് വിരക്തത കാണിച്ചവരാണ്. ആർഭാടപൂർവമുള്ള വാഹനം മുന്നിലോട്ട് വെട്ടിയപ്പോ മഹാനായ സയ്യിദുൽ ഉലമ പറഞ്ഞതെന്തെന്നറിയോ? വേണ്ട, സാധാരണ എല്ലാവരും സഞ്ചരിക്കുന്ന വാഹനം മതി. 50 ലക്ഷവും 60 ലക്ഷവും മുടക്കിയിട്ട് വലിയ അവിടുന്ന് സന്ദേശയാത്ര നടത്തിയ സമയത്തോ മഹാനായ ജിഫ്രി തങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി വലിയ മുതലാളിമാര് കൊണ്ടുവന്നു. തങ്ങൾ പറഞ്ഞു വേണ്ട, തങ്ങൾ ഉസ്താദ്
വേണ്ടോ? മനസ്സിലാക്കണേ സഹോദര, എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? തറക്കുദ്ദുനിയാ അല്ലാഹുവിന്റെ ഹബീബ് വിടുന്നു പറഞ്ഞു. ദുനിയാവിനോട് വിരക്തത കാണിക്കുന്നവർ, ആർഭാടങ്ങളെ വേണ്ട എന്ന് വെക്കുന്നവർ, ആവശ്യത്തിന് മാത്രം സമ്പാദിക്കുന്നവർ, ഒരുപാട് വലിയ ധനാഢ്യരാകാൻ ആഗ്രഹമില്ലാത്തവർ, നാട്ടുകാരുടെ മുന്നിൽ വിലയും നിലയും ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹമില്ലാത്തവർ, അവരാണ് ഔലിയാക്കളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരാണ് ഔലിയാക്കളെന്ന് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കൊരുപാടൊന്നും വേണ്ട, ഉള്ളത് ആവശ്യത്തിനുള്ളത് മതി. ഞാൻ യാത്ര ചെയ്യുന്നവനാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനം. എനിക്ക് 4 മക്കളുണ്ട്, ഒരു ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. അൽഹംദുലില്ലാ, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യമുള്ളൊരു വീട്. ഒന്നും അതിര് കവിയരുത്, അതിര് കവിയരുത്. അപ്പോഴാണ് ആർഭാടമായിട്ട് മാറുന്നത്. യാ അയ്യുഹന്നാസ് അള്ളാഹു പറഞ്ഞു തരികയാണ്, നിങ്ങൾ തിന്നോ കുടിച്ചോ എന്തെല്ലാം രൂപത്തിൽ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾ മാന്യമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, വെള്ളം കുടിച്ചോ, നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചോ. വലാ തകൂനൂ മിനൽ മുസ്രിഫീൻ, നിങ്ങൾ ഇസ്റാഫ് കാണിക്കുന്നവരാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ. ഇസ്റാഫ് കാണിക്കല്ലേ, ഒരുപാട് ആർഭാടം കാണിക്കല്ല, അത് നിങ്ങളെ നശിപ്പിക്കും. അള്ളാഹു നമ്മളെ മാറാവട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ ഇസ്റാഫുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് നമുക്ക് പലവിധത്തിലുള്ള വിഷമങ്ങൾ അല്ലെ. കല്യാണ സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പേക്കൂത്തുകൾ കാണിക്കുന്നതിന്ന് സർവ്വസാധാരണമായിട്ട് മാറുന്നു. എത്രയോ കിലോ കണക്കിന് ഭക്ഷണങ്ങളാണ് കൊണ്ടുപോയിട്ട് തള്ളപ്പെടുന്നത്, വേസ്റ്റായിട്ട് കളയുന്നത്. എത്രയോ ഇടങ്ങളിൽ പാവങ്ങൾ നോക്കി നിൽക്കുകയാണ്, പടച്ചവനെ എന്റെ മകൾക്ക്, എന്റെ മകന് ഇതുപോലൊരു വിവാഹം നടത്താൻ കഴിയുന്നില്ലല്ലോ എന്ന കണ്ണുനീര് എത്രയോ സ്ഥലങ്ങളിലാണ് കാണുന്നത്. നമ്മളൊക്കെ വലിയ വിവാഹങ്ങൾ നടത്തുമ്പോ തൊട്ടപ്പുറയുള്ള പാവപ്പെട്ടവൻ ഇരുന്നാലോചിക്കുകയാണ്, എന്റെ പൊന്നുമോൾക്കൊരു 5 പവൻ സ്വർണം ഇട്ടുകൊടുത്ത് വിവാഹം നടത്താൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. ഇസ്റാഫുകൾ, ആർഭാടങ്ങൾ ഈ സമുദായത്തിൽ വല്ലാതെ പെരുകുന്നു പ്രിയപ്പെട്ട. മരണമില്ല എന്ന തോന്നൽ നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായി. മരിക്കുമെന്ന ചിന്ത ഇന്നൊരാൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ലോകത്തോട് പറഞ്ഞു തരികയാണ്, സ്വഹാബാ, ഈ ദുനിയാവെന്നുള്ളതൊരു മരച്ചീക പോലെയാണ് സ്വഹാബ. ഈ ദുനിയാവെന്നുള്ളതൊരു മരച്ചീക പോലെയാണ് സ്വഹാബ. മരച്ചീക എന്ന് പറഞ്ഞാൽ ഹൈവേ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ, ഹൈവേ റോഡുകളിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ. അകലോട്ട് നോക്കുമ്പോൾ ചൂടുള്ള സമയത്ത് റോഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് തോന്നും അകല ഭാഗത്ത് വെള്ളമുള്ളതായിട്ട് നമുക്ക് തോന്നും. ആ ഭാഗത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ വെള്ളം കാണാറില്ല. അതിനെയാണ് മരച്ചീക എന്ന് പറയുന്നത്. ചീക പോലെയാണ് ദുനിയാവിലെ ജീവിതം. അള്ളാന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാ, ദുനിയാവ് നിന്നെ കൊതിപ്പിക്കും സ്വഹാബാ. ഓരോ വർഷം കഴിയുന്തോറും സമ്പത്ത് അധികരിച്ചു വരുമ്പോ ഇനിയും നിനക്ക് ആയുസ്സുണ്ടെന്നുള്ള തോന്നല് കടന്നു വരും. ഇനിയും നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ അല്ലാഹു ആയുസ് തരുമെന്നുള്ള ചിന്ത വരും. അതൊരിക്കലും ഉണ്ടാവല്ലേ. ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും ഓരോ ആയുസ് തീർന്നു പോകുമ്പോഴും മരണത്തോടാണ് അടുക്കുന്നതെന്നുള്ള ബോധ്യമുണ്ടാകണേ. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? കാലിലിട്ടിരിക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ വാറ് നിന്റെ ശരീരത്തോട് അടുത്തിരിക്കുന്നതിനേക്കാളും അടുത്താണ് നിന്റെ മരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കുല്ലും ബിഇൻമാ സബബുൻ ഫീ അഹ്ലിഹി والموت أدنى من شراك نعله. കാലിലിട്ടിരിക്കുന്ന ചെരുപ്പ്, ആ ചെരുപ്പിന്റെ വാറ്
ശരീരത്തിനോട് അടുത്തിരിക്കുന്നതിനേക്കാളും അടുത്താണ് നിന്റെ മരണം എന്നൊരു കവിയവിടുന്ന് പറഞ്ഞു തരികയാണ്. മോനെ, നിന്റെ നാലാമത്തെ ലോകം എപ്പോഴാണ് തുടങ്ങുന്നതെന്നറിയോ? ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ആറ് ലോകങ്ങളിൽ നാലാമത്തെ ലോകമാണ് ഖബറെന്നുള്ളത്. ആ ഖബറിലേക്ക് നീ കടന്നു പോകുന്നതിന് മുമ്പ് നീ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വേദനയാണ് ഇന്നലിൽ മൗതി സക്കറാത്ത്. സക്കറാത്തിന്റെ വേദനയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ നാലാമത്തെ ലോകമാണ് ഖബർ. ആ ഖബറിലോട്ട് പോകുന്നതിന് മുമ്പ് ദുനിയാവിൽ അവസാനമായിട്ട് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയാണ് സക്കറാത്തിന്റെ വേദന. അല്ലാഹു മരണസമയം നന്നാക്കി അള്ളാഹു നമ്മുടെ മരണസമയം നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. ഈമാനോടുകൂടി മരിക്കണ്ടേ? ഈമാനോടുകൂടി മരിക്കണ്ടേ? കൈവക്കിക്ക് ഈമാനോടുകൂടി മരിക്കണം എന്ന് ആഗ്രഹമുള്ളവര് ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് മാസത്തിലാണ് നമ്മളുള്ളത്? ഏത് മാസത്തിലാ? റജബ് മാസത്തില്. ജനുവരി അല്ല, റജബ് മാസത്തില്. ജനുവരിയിലാണ് അല്ല എന്നല്ല, റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. റജബ് മാസത്തിന്റെ പവിത്രത എന്താ? ഈ പ്രത്യേകത എന്താ? റജബുൻ ഷഹറുല്ലാ, അള്ളാഹുവിന്റെ മാസമാണ്. വേറൊരു ഹദീസിൽ കാണാം റജബുൻ ഷഹറുൽ ലിസ്റഇ, റമളാനിലേക്ക് വേണ്ടി വിത്ത് വിതയ്ക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മാസത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ മാസത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, സ്വന്തം ശരീരത്തോട് നിങ്ങൾ അക്രമം ചെയ്യരുത്, പാപം ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്നിട്ടും നമ്മളൊക്കെ പാപം ചെയ്യാറുണ്ട്. തെറ്റാണെന്നറിഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം പൊറുപ്പിക്കാൻ പറ്റുന്ന, തൗബ ചെയ്ത ഈമാനോടുകൂടി മരിക്കാൻ പറ്റുന്ന ഒരു 3 അമലുകൾ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 3 ദിവസം കൊണ്ട് പനിയ, സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 3 അമലുകൾ പറഞ്ഞു തരാം. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പറ്റുന്ന 3 അമലുകൾ. അത് ചെയ്യണം. അള്ളാഹു ആ ചെയ്യാനുള്ള മനസ്സുമായിട്ട് ഇവിടെ നിന്ന് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പറ്റുന്ന 1-ാമത്തെ അമല് പറഞ്ഞു തരട്ടെ. എളുപ്പമാണ്, ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 1 നബി തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യതഫറഖാ. 2 മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടു. അവർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, കേട്ടയാൾ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് കൈ കൊടുത്തു കഴിഞ്ഞാൽ 2 പേരുടെയും കൈകളുടെ ഇടയിലൂടെ അവർ ചെയ്ത പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരാള് മറ്റൊരാൾക്ക് കൈ കൊടുത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 2 പേരുടെയും പാപങ്ങൾ ആ സമയത്ത് അള്ളാഹു കഴുകിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരൊക്കെ മുസ്ലിമീങ്ങളാ അല്ലെ? അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരൊക്കെ മുസ്ലിങ്ങൾ. ആരും ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ആരും ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് കൈ കൊടുത്തേ, അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തേ, എന്നിട്ട് പറഞ്ഞ് അസ്സലാമു അലൈക്കും പറഞ്ഞ വലൈക്കും അസ്സലാം പറഞ്ഞ അള്ളാഹു നിങ്ങളുടെ 2 പേരുടെയും പാപങ്ങൾ പുറത്തു തന്നു. ഇത് ഞാനല്ല പറഞ്ഞത്, നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു മുസ്ലിമിനെ കാണുമ്പോൾ 2 കൈ കൊടുത്ത് സലാം പറയാൻ പഠിക്കണം. ഒരു കൈ നീട്ടിക്കൊണ്ട് മറ്റേ കൈ പുറകിലോട്ട് കെട്ടിയിട്ട് അഹങ്കാരത്തോടു കൂടി കൈ കൊടുക്കുന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. 2 കൈ കൊടുത്ത്, ഉസ്താദ്മാരെയൊക്കെ കണ്ടിട്ടില്ല, 2 കൈ കൊടുത്ത് വിനയത്തോടു കൂടി സലാം പറയാൻ പഠിക്കണം. അത് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകാൻ കാരണമാകും.
കൂടുതൽ അടുക്കാൻ കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊന്നാമത്തെ അമല്. 2, തൗബ ചെയ്തിട്ട് മരിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ അമല്, അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ രണ്ടാമത്തെ അമല്. മഹാനായ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്, സ്വഹാബാ, സുബ്ഹി നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, എന്നെ കേൾക്കുന്ന പെങ്ങളെ പഠിച്ചു വെച്ചോ, ഒരുപാട് പണച്ചെലവുള്ള കാര്യമല്ല. സുബ്ഹി നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന ദിക്ർ 100 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവന് മരിക്കുന്നതിന് മുമ്പ് നസൂഹായ തൗബ ചെയ്തിട്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞേ. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. മൂന്നാമത്തെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള വഴിയേതെന്നറിയോ? ഈ റജബ് മാസത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വഅദിന് വേണ്ടി കടന്നു വരുമ്പോ പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി സ്വഹാബത്ത് മത്സരിച്ച മാസമാണ് റജബ്. ഓരോ റജബ് മാസം കടന്നു വരുമ്പോഴും സ്വഹാബത്ത് മദീനയുടെ വഴികളിലൂടെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നത്രേ, ബയ്യൽ സുഹൈഫതക സൗദാ ഫീ റജബിൻ ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി ശഹ്റുൻ ഹറാമുൻ അതാ മിൻ അശ്ഹുരിൻ ഹുറുമി ഇദാ ദഅല്ലാഹ ദാഇൻ ഫീഹി ലം യഖിബി. പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ സ്വഹാബത്ത് പാടുമായിരുന്നത്രേ, ഹൃദയങ്ങളെ വെളുപ്പിക്കാനുള്ള മാസം കടന്നു വന്നിരിക്കുന്നു. പാപക്കറകൾ കൊണ്ട് നിറഞ്ഞ ഹൃദയത്തെ വെളുപ്പിക്കാനുള്ള മാസമാണ് കടന്നു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഹൃദയത്തെ വെളുപ്പിക്കേണ്ടതെന്നറിയോ? ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. നന്മകൾ ചെയ്തിട്ടാണ് ഹൃദയത്തെ വെളുപ്പിക്കേണ്ടത്. ഈ മാസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഇദാ ദഅല്ലാഹ ദാഇൻ ഫീഹി ലം യഖിബി. ഈ മാസത്തിൽ ഒരാൾ അള്ളാഹുവിന്റെ മുന്നിലോട്ട് കരമുയർത്തി കഴിഞ്ഞാൽ, ഈ വഅളിന്റെ മജ്ലിസിലോട്ട് കടന്നു വന്ന സഹോദരാ, ഇവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലോട്ട് കരമുയർത്തി ദുആ ചെയ്താൽ ലം യഖിബി, അള്ളാഹു നിന്നെ നിരാശനാക്കി മടക്കില്ല. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് പരിശുദ്ധമായ റജബ്. ഈ റജബ് എന്നുള്ളത് റമളാനിന്റെ കവാടമാണ്. ഈ മാസത്തെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. ഈ മാസത്തെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു ലൈഫായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് കാണാം, ഫിൽ ജന്നത്തി ഖസ്റുൽ ലിസ്വാമി റജബ്. ഒരു ലൈഫായ ഹദീസ്, സനദിന് അസ്ഥിരത്വം സംഭവിച്ച ഒരു ഹദീസിൽ കാണാം, ഫിൽ ജന്നത്തി ഖസ്റുൽ ലിസ്വാമി റജബ്. റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. സ്വഹീഹായ ഹദീസ് ഉണ്ട്, ലൈഫായ ഹദീസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈഫായ ഹദീസ് ഉണ്ട്, അതുപോലെ തന്നെ മൗളൂആയ ഹദീസുകളുണ്ട്. ഈ ഹദീസ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സനദ്, ഇസ്നാദ്, സനദ് സ്ഥിരപ്പെട്ട, റിവായത്ത് ചെയ്യപ്പെട്ട റിപ്പോർട്ടർമാർ
അവർ വിശ്വസ്തരാണെങ്കിൽ ആ ഹദീസിന് സ്വഹീഹ് എന്നാണ് പറയുന്നത്. ലഈഫ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽ, റിപ്പോർട്ടർമാരിൽ എന്തെങ്കിലും ഒരു അബദ്ധം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിന് ലഈഫ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഒരു ഹദീസാണ് ഫിൽ ജന്നത്തി ഖസ്റുൽ ലിസുവാമി റജബ്. അമൽ ചെയ്യാൻ ലഈഫായ ഹദീസ് ഒരു തെറ്റല്ല. ലഈഫായ ഹദീസ് വെച്ച് അമൽ ചെയ്യാം. ആലിമീങ്ങൾക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. മൈക്ക് ഭയങ്കര പിടുത്തമാണ്. മോണിറ്റർ ഒന്ന് തുറന്നു വെച്ച്, ഓപ്പൺ ആക്കി വെച്ച്, അവിടെ ഇടുന്നൊക്കെ ഇവിടെ നിന്നൊക്കെ സൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല റാഹത്തായിരുന്നു. തുറന്നു വയ്ക്ക്, തൊണ്ട പിടിച്ചു പോകും. 1.5 മണിക്കൂർ വാത് പറയണ്ട, അരമണിക്കൂർ ഉദ്ഘാടനം ചെയ്തിട്ട് പോകാനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഫിൽ ജന്ന, അതേറ്റവും വലിയ പാപമായിരുന്നു സഹോദര, അതേറ്റവും വലിയ പാപമായിരുന്നു സഹോദര. സജ്ജനങ്ങളെ കുറിച്ച് മോശം പറയുന്നത്, സ്വാലിഹീങ്ങളെ കളിയാക്കുന്നത്, ആലിമീങ്ങളെ കളിയാക്കുന്നത്, സയ്യിദന്മാരെ കളിയാക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതായിരുന്നു. ഇന്ന് സയ്യിദന്മാരെയും ആലിമീങ്ങളെയും അവഹേളിക്കുന്ന കാലമാ. പണ്ഡിതന്മാരെ തെറി പറയാൻ മടിയില്ലാത്ത കാലമാണ്. പടച്ച റബ്ബേ, എന്തെല്ലാം പറയുന്നടോ, എന്തെല്ലാം പറയുന്നടോ. സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് എങ്ങനാണ് കഴിയുന്നതോ? പണ്ഡിതന്മാരെ തെറി പറയാൻ എങ്ങനാണ് കഴിയുന്നതോ? കിതാബിൽ എഴുതിയിട്ടുണ്ടോ? ഉസ്താദന്മാരോടൊന്ന് ചോദിച്ചു നോക്കൂ. ലാ തഅകുലൂ ലുഹൂമൽ ഉലമാ, പണ്ഡിതന്മാരുടെ ഇറച്ചി തിന്നാൻ നിൽക്കരുതെന്നാണ്. ഉഹറവിയായ പണ്ഡിതന്മാരുടെ ഇറച്ചി തിന്നാൻ നിൽക്കരുതോ? കാരണം എന്തേ? പണ്ഡിതന്മാരുടെ ഇറച്ചി എന്നുള്ളത് വിഷമാണ് സഹോദര. പണ്ഡിതന്മാരുടെ ഇറച്ചി എന്നുള്ളത് വിഷമാണ്. ചത്തുപോകുമെടോ, മരിച്ചു പോകുമെടോ. നിനക്കല്ലാഹു ജീവിതത്തിൽ ഒരു മുസ്ലിമായിട്ട് തുടരാൻ ഭാഗ്യം തരില്ല. പണ്ഡിതന്മാരുടെ ഇറച്ചി തിന്നുന്നതെന്ന് അവസാനിപ്പിക്കണേ. സംഘടന പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു, അല്ലാഹുവേ, ആലിമീങ്ങളെ തരം തിരിച്ച് കാണുന്നത് നമുക്ക് ചേർന്ന കാര്യമല്ലോ. മഹാനായ ഇമാം ഗസാലി തങ്ങൾ വിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്, ആലിമിനെ ഇൽമിന്റെ അളവനുസരിച്ച് ബഹുമാനിക്കാത്തവൻ സുന്നത്തായ കാര്യങ്ങളിൽ നിന്നും പുറകോട്ടു പോയി, അവസാനം ഫർള് തന്നെ ചെയ്യുന്നതിൽ നിന്നും പുറകോട്ടു പോയി കാഫിറായി ചത്തുപോകുമെന്ന് ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. ആലിമിനെ തെറി പറയുന്നവൻ, ഇൽമനുസരിച്ച് ആലിമിനെ ബഹുമാനിക്കാത്തവൻ, മുദർരിസിനെ മുദർരിസിന്റെ അളവിൽ ബഹുമാനിക്കണം, ഖതീബിനെ ഖതീബിന്റെ അളവിൽ ബഹുമാനിക്കണം. സയ്യിദും ആലിമുമാണ് നമ്മുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നതെങ്കിൽ സർവ്വ ബഹുമാനവും ആ മനുഷ്യന് നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. സയ്യിദും ആലിമും നൂറുൻ അലാ നൂർ, അങ്ങനല്ലേ? ഇൽമ് എന്നുള്ളത് നൂറാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം എന്നുള്ളത് ഒരു നൂറാണ്. രണ്ടും ഒരാളിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശം. അങ്ങനെയുള്ളതിനെയാണ് നൂറുൻ അലാ നൂർ എന്ന് പറയുക. അങ്ങനെ ഒരു മഹാനായ നേതാവിന്റെ പിറകിലാണ് നമ്മൾ അണിയുറച്ചു നിൽക്കുന്നത്. ആദരണീയനായ സയ്യിദുൽ ഉലമ, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് എന്തെല്ലാം പറയുന്നടോ, തങ്ങൾ ഉസ്താദിനെ എന്തെല്ലാം പറയുന്നു. കണ്ടാണ്ടനും മരകോടനും ഒക്കെയും തെറി വിളിക്കാനുള്ള ഒരു പാത്രമായിട്ട് തങ്ങൾ ഉസ്താദ് മാറിപ്പോയി. തങ്ങൾ ഉസ്താദിന്റെ പിറകിൽ നമ്മളൊക്കെയും ഉണ്ട്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ എത്രയോ സ്റ്റേജിൽ, തങ്ങൾ ഉസ്താദ് എത്രയോ സ്റ്റേജിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവിടത്തെ കണ്ണ് നിറയുന്നത് ശ്രദ്ധിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. മംഗലാപുരത്തിന്റെ മണ്ണിൽ അവസാനത്തെ സമാപന സമ്മേളനത്തിൽ ആ തൊണ്ട ഇടറിക്കൊണ്ടൊരു വാക്ക് പറഞ്ഞത് നമ്മളാരും മറന്നു കാണില്ല. ദഅവത്തുൽ മദ്ലൂം, മദ്ലൂമിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും കേട്ടോ. എന്നെ പലരും പലതും പറയാറുണ്ട്. ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ ഞാനൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത്. ഞാനൊരു മദ്ലൂമാണ്. പലരും എന്നെ കുറിച്ച് മോശം പറയുന്നു. ഞാൻ നന്മ ചെയ്തിട്ടും നന്മ ചെയ്തില്ല എന്ന് പറയുന്നു. എൻ്റെ ദുആഇന് നിങ്ങൾ ഭയപ്പെടണേ എന്ന് പറഞ്ഞിട്ടാണ് അന്നവിടെ പ്രസംഗം അവസാനിപ്പിച്ചത്. അത് കണ്ടവരാരും മറന്നുപോയിട്ടുണ്ടാവില്ല.
ആലിമിന്റെ ഇറച്ചി തിന്നാൻ വേണ്ടി നിൽക്കരുത്. എതിരെ ദുആ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ വെന്ത് വെണ്ണീറായി പോകും സഹോദരങ്ങളെ. അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. ഇന്നതൊക്കെ ആർക്കൊരു പാപമല്ല. ആലിമിനെ തെറി പറയുന്നതൊരു പാപമല്ല അല്ലേ? സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നു, ഇടം വലം നോക്കാതെ ഷെയർ ചെയ്യുന്നു, 10 ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പിലും കാണും 100-150 പേര്. ആയിരക്കണക്കിന് ആളുകളോട് പരദൂഷണം പറഞ്ഞതിൻ്റെ ശിക്ഷ അള്ളാഹു നാളെ നമുക്ക് തരും. അള്ളാഹു കാക്കുമാറാവട്ടെ. പണ്ടൊക്കെ പെട്ടെന്നല്ലായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് അള്ളാഹു ശിക്ഷകൾ തരുന്നത്. പടച്ചവൻ കാക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് കണ്ടതും കേട്ടതൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അള്ളാഹ് പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഅ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. ഒരാളെ കുറിച്ച് വേറൊരാൾ എന്തെങ്കിലും മോശം കാര്യമായിട്ട് നിന്റെ മുന്നിലോട്ട് വന്നാൽ, ഒരാളെ കുറിച്ച് മോശം കാര്യം പ്രതിപാദിച്ചു കൊണ്ടൊരാൾ നിന്റെ മുന്നിലോട്ട് വന്നാൽ കണ്ണടച്ച് വിശ്വസിക്കല്ലേ സഹോദരാ. അവൻ പറഞ്ഞത് സത്യമാണെന്ന് അപ്പോൾ തന്നെ നീ വിശ്വസിക്കരുത്. ഫതബയ്യനൂ, നല്ലതുപോലെ അന്വേഷിക്കണേ. കേട്ട കാര്യം സത്യമാണോ എന്ന് അന്വേഷിക്കണേ. അല്ലെങ്കിൽ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ, ഇല്ലെങ്കിൽ നീ കരയേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. സത്യമാണോ എന്ന് അന്വേഷിക്കാതെ ഷെയർ ചെയ്യാൻ നിൽക്കരുത്. അഥവാ സത്യമാണോ എന്ന് അന്വേഷിക്കാതെ നീ ഷെയർ ചെയ്താൽ കേട്ട കാര്യം നുണയായിരുന്നുവെങ്കിൽ പിന്നീട് നീ കരയേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. ദുനിയാവിലല്ലെങ്കിൽ നാളെ ആഖിറത്തിലെങ്കിലും കരയേണ്ടി വരും. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പരദൂഷണം, ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ സംഭവിച്ചു, അയാൾ ഇങ്ങനെയാണ്, മോശമാണ്, കള്ളു കുടിച്ചു, വിചരിച്ചു, ആ വീട്ടിൽ ഞാൻ കണ്ടാണ്, മക്കത്തെ പള്ളി തന്നെയാണ് സത്യം, അവൻ ആ പെണ്ണുമായിട്ട് കറങ്ങണം ഞാൻ കണ്ടതാണ്, ഇത് അതേപോലെ കണ്ണടച്ച് വിശ്വസിച്ചു. എന്നിട്ട് നേരെ അപ്പുറം പോയി പറഞ്ഞു കൊടുത്തു. പാവപ്പെട്ടവൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല. പൊന്നു സഹോദരങ്ങൾ, ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മൾ, നമ്മുടെ ദുനിയാവും പോയി ആഖിറവും പോയി. പരദൂഷണം പറഞ്ഞതിൻ്റെ പേരിൽ ഈ ചെയ്യുന്ന അമലെല്ലാം ആ പാവപ്പെട്ടവന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. അതാണ് പറഞ്ഞത്, ഏഷണിയും ഗീബത്തും നമീമത്തും എന്നുള്ളത് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് വൻപാപങ്ങളിൽപ്പെട്ടതായിരുന്നു. വൻപാപങ്ങളിൽപ്പെട്ട, നമ്മൾ മനസ്സിലാക്കിയ വൻപാപം ഏതാണ്? വ്യഭിചാരം, കള്ളുകുടി, ശിർക്ക് ചെയ്യൽ, അങ്ങനെയുള്ള യതീമീങ്ങളുടെ ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കൽ, അവരുടെ സ്വത്ത് അപഹരിക്കൽ, കട്ടെടുക്കൽ, കൊള്ള ചെയ്യൽ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയ വൻപാപം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങൾ പറഞ്ഞു വൻപാപത്തെയല്ല ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്, ചെറിയ പാപത്തെയാണ്. വഇയ്യാകും വമുഹഖിറാത്തി ദുനൂബ്, ചെറുപാപങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയപ്പെടണേ. ചെറുപാപം ജീവിതത്തിൽ നിത്യമായിട്ട് ചെയ്യുന്ന മനുഷ്യൻ അവസാനം വൻപാപം ചെയ്യാതെ മരിക്കുകയില്ല. ഫോണിൽ ഹറാമ് കാണുന്ന സഹോദരാ, ഫോണിൽ വൃത്തികേട് കാണുന്ന സഹോദരാ, നീ പറയും ഉസ്താദേ ഞാൻ വ്യഭിചരിക്കാറില്ലല്ലോ. വ്യഭിചാരം ഫോണിൽ ഇന്ന് ലൈവായിട്ട് കണ്ടുകൊണ്ടാണ് നീ നിന്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നതെങ്കിൽ വല്ലാഹി വല്ലാ അവസാനം നീ വ്യഭിചാരത്തിലോട്ട് എത്തപ്പെടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരാൾ വ്യഭിചാരം കാണുന്നു, ഇന്നെല്ലാം ലോകത്ത് എവിടെയെല്ലാം ഏതെല്ലാം പെണ്ണുങ്ങൾ തുണിയഴിഞ്ഞ് ആടുന്നുണ്ടോ അതെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റുന്ന ലോകത്തിന്റെ നടുവിൽ നിന്നാണ് പറയുന്നത്. വ്യഭിചരിക്കാറില്ല, പക്ഷേ വ്യഭിചാരം കാണാറുണ്ട്. ഈ കാണുന്നത് നിന്നെ വ്യഭിചാരത്തിലോട്ട് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിചാരത്തിലോട്ട് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ. അതാ പറഞ്ഞത്, വൻ പാപങ്ങളെക്കാളും ഭയക്കേണ്ടത് ചെറിയ പാപങ്ങളെയാണ്. ചെറിയ പാപം നിന്നെ വൻ പാപിയായിട്ട് മാറ്റും. ചെറിയ പാപം നിന്നെ വൻ പാപിയായിട്ട് മാറ്റും. മുനാഫിക്കും മുസ്ലിമും പാപം ചെയ്യും, മുസ്ലിമും പാപം ചെയ്യും, മുനാഫിക്കും പാപം ചെയ്യും. പക്ഷേ രണ്ടുപേരും പാപം ചെയ്തതിനു ശേഷം രണ്ട് മാനസികാവസ്ഥയിലായിരിക്കും. ഇൽമുള്ളവനും ഇബാദത്ത് ചെയ്യുന്നവനും പാപം ചെയ്യും,
പുറമേ മുസ്ലിമായവനും ഹൃദയത്തിൻ്റെ അകത്ത് ഈമാൻ ഇല്ലാത്തവനും പാപം ചെയ്യും. എല്ലാവരുടെയും ജീവിതത്തിൽ പാപം സംഭവിക്കും. പക്ഷേ പാപം സംഭവിച്ചതിന് ശേഷം രണ്ടുപേരും രണ്ട് മാനസികാവസ്ഥയിലായിരിക്കും. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു തരികയാണ്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴോട്ട് വീഴാറായ കെട്ടിടത്തിന്റെ താഴെ ഇരിക്കുന്നവന്റെ മാനസിക അവസ്ഥ പോലെയായിരിക്കും ഒരു മുസ്ലിമായ മനുഷ്യന് പാപശേഷം അനുഭവപ്പെടുകയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ രണ്ട് നില കെട്ടിടത്തിന്റെ താഴെ നമ്മൾ ഇരിക്കുകയാണ്. ഏത് സമയത്തും ഇത് താഴോട്ട് ഇടിഞ്ഞ് താഴോട്ട് വീഴാം എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഇരിക്കുന്നവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുപോലെയാണ് പാപം ചെയ്ത മുസ്ലിമിന് പാപം ചെയ്തതിന് ശേഷം അനുഭവപ്പെടുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി മുനാഫിക്കാണെങ്കിലോ പേരുകൊണ്ട് മുസ്ലിമാണ്, പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഇല്ലാത്തവനാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവനൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മാനസിക അവസ്ഥ ഏതുപോലെ എന്നറിയുമോ? മൂക്കിന്റെ ഭാഗത്തൊരു ഈച്ച വന്നിരിക്കുന്നത് പോലെയാണ്. മൂക്കിന്റെ ഭാഗത്തൊരു ഈച്ച വന്നിരിക്കുന്നത് പോലെയാണ്. ആ ഈച്ച എത്ര ലാഘവത്തോടു കൂടിയാണോ തട്ടിമാറ്റിക്കളയുന്നതോ അതിനേക്കാളും ലാഘവത്തോടു കൂടിയായിരിക്കും ആ മുനാഫിക്കായ മനുഷ്യൻ പാപത്തെ കാണുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുസ്ലിമാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വീഴാറായ ഒരു കെട്ടിടത്തിന്റെ താഴെ ഇരിക്കുന്ന മാനസികാവസ്ഥയായിരിക്കും. മുനാഫിക്കാണെങ്കിലോ നമ്മുടെ മൂക്കത്തൊരു ഈച്ച വന്നിരുന്നു ഇങ്ങനെ തട്ടിക്കളയൂല്ലേ, അത്രയും നിസാരമായിട്ടായിരിക്കും അവൻ പാപത്തെ കാണുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ മുനാഫിക്കാണോ മുസ്ലിമാണോ എന്ന്. അള്ളാഹു നമ്മളെ നല്ല മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളല്ലാഹു നല്ല മുസ്ലിമീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. മുനാഫിക്കാണോ മുസ്ലിമാണോ എന്ന് ഈ സദസ്സിൽ വെച്ച് ചിന്തിക്ക്. മുനാഫിക്കാണോ മുസ്ലിമാണോ എന്ന് ഈ സദസ്സിൽ വെച്ച് ചിന്തിക്ക്. അള്ളാഹുവേ, നീ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാ. നീ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം പൊറുപ്പിക്കാനുള്ള ചെറിയ ചില വഴികൾ പറഞ്ഞു തന്നു. വലിയ പ്രതിഫലമുള്ളതും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകാൻ പറ്റുന്നതുമായ രണ്ട് അമല് പറഞ്ഞു തരാം. ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പാപം അള്ളാഹ് ഉറപ്പായിട്ടും പുറത്തു തരുന്ന രണ്ട് അമലുകൾ പഠിച്ചു വെച്ചോളിൻ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് പറഞ്ഞു തരികയാണ്, പരിശുദ്ധമായ റമളാൻ മാസത്തെ കാത്തിരിക്കുന്ന സഹോദരാ, പവിത്രമായ റമളാനിലോട്ട് കടന്നു പോകാൻ നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ റമളാനിലോട്ട് കടന്നു പോകുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലോട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റുന്നൊരു അമല് ചെയ്യാൻ കഴിയണം. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ാണ്, തീർച്ചയായിട്ടും പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്ന, തീർച്ചയായിട്ടും തൗബ ചെയ്തിട്ട് മരിക്കാൻ കഴിയുന്ന, അല്ലാഹുവിൻ്റെ സ്വർഗം കൺമുന്നിൽ കാണാൻ കഴിയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ സാധിക്കുന്ന അമലോ. ആ അമലേതെന്നറിയുമോ? അബൂ ഹുറൈറ തങ്ങൾ ഇവിടുന്ന് പറഞ്ഞു തരികയാണ്, ഒന്ന് ഇയാദത്തുൽ മരീദ്, രോഗസന്ദർശനമാണ് സഹോദര, രോഗസന്ദർശനമാണ് സഹോദര. ഏതെങ്കിലും ഒരാൾ രോഗം പിടിച്ച് നിന്റെ മഹല്ലിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ കൂട്ടുകാരുടെ വീട്ടിലോ കിടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ആ മനുഷ്യനെ നീ സന്ദർശിക്കാൻ വേണ്ടി കടന്നുപോയാൽ അല്ലാഹു നിനക്ക് 3 പ്രതിഫലമാണ് തരുന്നത്. ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി കടന്നുപോയാൽ അല്ലാഹു 3 പ്രതിഫലമാണ് തരുന്നത്. പഠിച്ചു വെച്ചോ സഹോദരാ. ഒന്ന്, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയവനോട് ആകാശലോകത്തുള്ളൊരു മലക്ക് വിളിച്ചു പറയുകയാ, തിബ്ത വതാബ മംശാക് വതബവഅത മൻസിലൻ ഫിൽ ജന്ന.
അവനെ നോക്കിക്കൊണ്ടൊരു മലക്ക് പറയുന്നത് എന്തെന്നറിയോ? നീ എത്രയോ നല്ല നടത്തമാണ് നടന്നത്, ഇതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളൊരു നടത്തവുമില്ല, ഇതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുള്ളൊരു യാത്രയുമില്ല. വതബവ്വഅതു മൻസിലൻ ഫിൽ ജന്നാ, നിനക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു പോകുന്നവനെ നോക്കിക്കൊണ്ടോ ഒരു മലക്ക് ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തിബ്ത വതാബ മംശാക് വതബവ്വഅത മൻസിലൻ ഫിൽ ജന്നാ. എത്രയോ നല്ല നടത്തമാണ് നീ നടന്നത്. രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ, രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ എന്നെ കേൾക്കുന്ന ഉമ്മ, ഭർത്താവിന്റെ കൈ പിടിച്ചോ, അതല്ലെങ്കിൽ നിന്റെ മക്കളുടെ കൈ പിടിച്ച് വേണ്ടപ്പെട്ടവരുമായിട്ടോ ഏതെങ്കിലും ഒരു രോഗിയെ കാണാൻ വേണ്ടി കടന്നു പോയാൽ അവിടെ നിന്ന് മടങ്ങുമ്പോൾ യസ്തഗ്ഫിറൂന ലഹു, അവന് വേണ്ടി 70,000 മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രോഗിയെ സന്ദർശിക്കാൻ പോയാലുള്ള രണ്ടാമത്തെ മഹത്വമാണ് 70,000 മലക്കുകൾ രാവിലെ സുബഹിക്ക് ശേഷം രോഗിയെ സന്ദർശിച്ചവന് വേണ്ടി മഗ്രിബിന്റെ സമയം വരെയും ദുആ ചെയ്യും, ഇസ്തിഗ്ഫാർ നടത്തും. പടച്ചവനെ നീ ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. 70,000 പേര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നെന്ന് ആലോചിച്ച് നോക്കി. ആരെങ്കിലും ചെയ്യോ? മനുഷ്യന്മാർ 70,000 പേര് നമുക്ക് വേണ്ടി ദുആ ചെയ്യോ? നമ്മളാരും അറിയപ്പെടുന്നവരൊന്നുമല്ല. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാവട്ടെ. 70,000 മലക്കുകൾ ദുആ ചെയ്യും. സഹോദര, സുബഹിക്ക് ശേഷം ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചെറിയ അമലല്ല, ചെറിയ അമലല്ല. അയ്യാദത്തുൽ മരീദ് ചെറിയ അമലല്ല, രോഗസന്ദർശനം. അള്ളാഹു പോകാൻ അങ്ങനെയൊക്കെ കാണാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗിയെ കാണാൻ വേണ്ടി പോകണം, രോഗിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. ആ ദുആക്ക് ഇജാബത്തുണ്ട്. രോഗിയെ കൊണ്ട് ദുആ അവിടെ അള്ളയുണ്ട് എന്നാണ് തൊബഖാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, രോഗിയുടെ സവിധത്തിൽ അള്ളയുണ്ട്. ഒരു ഹദീസ് അതിന് അവര് തെളിവായിട്ട് പറയാറുണ്ട്. അവര് തെളിവായിട്ട് പറയുന്ന ഹദീസ് ഏതാണ്? നാളെ മഹ്ശറയിലോട്ടൊരു മനുഷ്യൻ കടന്നു വരുമ്പോൾ, രോഗിയെ സന്ദർശിക്കാത്ത മനുഷ്യൻ നാളെ പരലോകത്തോട്ട് കടന്നു വരുമ്പോൾ ആ മനുഷ്യനോട് അല്ലാഹു പറയുകയാ, എന്തേടാ ദുനിയാവിൽ നീ എന്നെ കാണാൻ വേണ്ടി കടന്നു വരാതിരുന്നതോ? എന്തേ നീ എന്നെ ദുനിയാവിൽ സന്ദർശിക്കാതിരുന്നതോ? ദുനിയാവിൽ എൻ്റെ അരികിലോട്ട് നീ കടന്നു വരാത്തതെന്താണ്? ഈ സമയത്ത് ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാ, കൈഫ അഊദുക വഅന്ത റബ്ബുൽ ആലമീൻ. പടച്ചവനെ, നീ അദൃശ്യനായിരുന്നല്ലോ അല്ലാ, നിനക്ക് മനുഷ്യകോലമില്ലായിരുന്നല്ലോ, നിന്നെ മനുഷ്യർക്ക് കാണാൻ കഴിയുമായിരുന്നില്ലല്ലോ, പിന്നെങ്ങനാണ് ഞാൻ ദുനിയാവിൽ വെച്ച് നിന്നെ കാണാൻ വരേണ്ടതോ? പിന്നെ എവിടെ വന്നാലാണ് നിന്നെ കാണാൻ കഴിയുമായിരുന്നതോ? ഈ സമയത്താണ് അല്ലാഹു പറയുന്നത്, എന്നെ നിനക്കൊരാളുടെ അരികിലോട്ട് നീ വന്നിരുന്നെങ്കിൽ കാണാൻ കഴിയുമായിരുന്നു. നന്ദാവരത്ത് ഇന്ന വീട്ടിലൊരാൾ രോഗിയായത് നീ അറിഞ്ഞില്ലേ? ഇന്ന വീട്ടിലൊരാൾ വേദന കൊണ്ട് പെടഞ്ഞത് നീ അറിഞ്ഞില്ലേ? ഇന്നയാള് ക്യാൻസർ, ഇന്നയാള് ഇന്ന രോഗം വന്ന് വല്ലാണ്ട് വിഷമിച്ചത് നീ അറിഞ്ഞില്ലേ? ആ മനുഷ്യന്റെ സവിധത്തിലോട്ട് നീ കടന്നു പോയിരുന്നെങ്കിൽ ലൗ ഉത്തഹു ലവജത്തനി ഇൻദഹു, നീ അങ്ങോട്ട് കടന്നു പോയിരുന്നെങ്കിൽ നിനക്കവിടെ എന്നെ കാണാൻ കഴിയുമായിരുന്നെന്നു അല്ലാഹു ആ മനുഷ്യനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ വെറുതെ മന്നാനി വന്നിട്ട് പറയുന്നതല്ല, ഹദീസാണ്. നീ രോഗിയുടെ സവിധത്തിലോട്ട് പോയിരുന്നെങ്കിൽ നിനക്കവിടെ എന്നെ കാണാൻ കഴിയുമായിരുന്നു. രോഗിയുടെ അരികിലോട്ട് ചെന്നിട്ട് എത്ര മര്യാദയുണ്ട്? 3 മര്യാദയുണ്ട്.
ഒരു രോഗം പിടിച്ചിട്ട് കിടക്കുന്ന ഒരാളുടെ അരികിലോട്ട് പോയി കഴിഞ്ഞാൽ 3 മര്യാദയാണ്. 1, പഠിച്ചു വെച്ചോളിൻ, അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഫശ്ഫി അന്ത ശാഫി ലാ ശിഫാഉൻ ഇല്ലാ മിൻക ലാ യുഗാദിറു സഖമൻ വലാ അലമാ. ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണം. പടച്ചവൻ നിനക്ക് ശിഫ തരട്ടെ, അല്ലാഹു നിന്റെ രോഗങ്ങളെ മാറ്റട്ടെ, ബുദ്ധിമുട്ടണ്ട, പ്രയാസപ്പെടേണ്ട. ഒരു മുസ്ലിമായ മനുഷ്യൻ നടന്നു പോകുമ്പോൾ അവന്റെ കാലിന്റെ അടിയിൽ ഒരു മുള്ള് തറച്ചു കഴിഞ്ഞാൽ ആ മുള്ള് തറച്ചിട്ട് അവൻ വേദനിക്കുന്ന ഓരോ സെക്കൻഡിന് പകരവും അള്ളാഹു അവന്റെ ഓരോ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബീന റസൂലുള്ളാഹി. ഹദീസാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്, കാലിന്റെ അടിയിൽ ഒരു മുള്ള് വന്ന് തറച്ചു. ആ മുള്ള് തറച്ചിട്ട് ആ വേദന അനുഭവിക്കുന്ന ഓരോ സെക്കൻഡിനും അള്ളാഹു ഓരോ പാപങ്ങൾ പുറത്തു തരും. പ്രതിഫലങ്ങളുണ്ട്, പഠിച്ചു വെച്ചോളീൻ. അപ്പൊ ആ രോഗിയോട് പറയണം, അള്ളാഹു താങ്കൾക്ക് ശിഫ തരട്ടെ. അത് വേണ്ടതാണ്. അല്ലാതെ അവിടെ പോയി ഹഹഹ എന്ന് പറഞ്ഞ് 4 ചിരിയും പാസ്സാക്കി അവിടെ നിന്ന് ഒരു ചായ മേടിച്ച് പൊടിച്ച് വിട്ടു പോകലല്ല. ചില മര്യാദകളുണ്ട്. ആ രോഗിക്ക് വേണ്ടി ദുആ ചെയ്യണം. രോഗിയെ കൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. 3 പേരുടെ ദുആ അള്ളാഹു റദ്ദ് ചെയ്യില്ല എന്ന് നബീന റസൂലുള്ളാഹി. ഏതൊക്കെയാണ് 3 വിഭാഗം? ദുആ റദ്ദ് ചെയ്യാത്ത 3 വിഭാഗമാരാ? 1, ദഅവത്ത്, വാപ്പായും ഉമ്മായും സ്വന്തം മകന് മകൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു റദ്ദ് ചെയ്യില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അല്ലാഹു റദ്ദ് ചെയ്യില്ല. 3, വദഅവത്തുൽ മരീദ്, നിത്യരോഗിയുടെ ദുആ അല്ലാഹു റദ്ദ് ചെയ്യില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രോഗിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചോ, ആ ദുആക്ക് ഇജാബത്തുണ്ട്. നമ്മളും ദുആ ചെയ്തു, ആ രോഗിയെ കൊണ്ട് ദുആ ഇങ്ങോട്ടും ചെയ്യിപ്പിച്ചു. 1. 2, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഈ ദുആ പറയണം. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി. ലൈവ് ഉള്ളതല്ലേ, രാവിലെ ഇരുന്ന് കേട്ട് എഴുതിയെടുത്താലും മതി. ഇതൊക്കെ ഹദീസാണ്. ഖാസിം ഉസ്താദിനെ പോലെ ഒരു വലിയ പണ്ഡിതന്റെ അടുത്തിരുന്ന് ഇത്രയും ധൈര്യത്തോടെ ഞാൻ ഹദീസാണെന്ന് പറയണമെങ്കിൽ അത് ഹദീസായതുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ ഉസ്താദ് വർക്കൊക്കെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിനോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? ദേഷ്യമുണ്ടോ? ഹുസൈനോട് ദേഷ്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു ഉസ്താദ് അവർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ശിഷ്യഗണങ്ങളെ ജീവിതത്തിൽ സമ്പാദിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി, ഈ ദുആഇന്റെ പവർ എന്താണെന്നറിയോ? ഈ ദുആ ഒരു ക്യാൻസർ രോഗിയുടെ മുന്നിൽ വെച്ചാണ് നീ പാരായണം ചെയ്യുന്നതെങ്കിൽ, കാണാതെ പാരായണം ചെയ്യുന്നതെങ്കിൽ ആ രോഗിയുടെ ക്യാൻസർ നിനക്ക് ബാധിക്കില്ല എന്നാണ് ഹദീസ്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഈ ദുആ എങ്ങാനും നീ പാരായണം ചെയ്തു കഴിഞ്ഞാലോ ആ രോഗിയുടെ എന്താണോ രോഗം, ആ രോഗം നിനക്ക് ബാധിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3, ഒരു രോഗിയുടെ അരികിലോട്ട് കടന്നു ചെന്നാലുള്ള മര്യാദയാണോ, അധിക നേരം നീ അവിടെ ഇരിക്കരുത്. അധിക നേരം ഒരു കിടപ്പ് രോഗിയുടെ അടുത്ത് നീ ഇരിക്കരുത്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ശ്രമിക്കണം. ചായക്കടയിലിരുന്നിട്ട് സൊറ പറയണത് പോലെ രോഗിയുടെ അരികിൽ പോയിരുന്നിട്ട് സംസാരിക്കില്ലെന്നാണ് പറഞ്ഞു വന്നത്. ആ മനുഷ്യൻ ഏതവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മലമൂത്ര വിസർജനം ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, പടച്ചവനെ ഈ എണ്ണങ്ങളൊന്നും പുറത്തോട്ട് പോകുന്നില്ലല്ലോ.
ഇയാളൊന്ന് പുറത്തോട്ട് പോകുന്നില്ലല്ലോ പടച്ചവനെ എന്ന് ആ മനുഷ്യൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണ്ടായിരിക്കും. രോഗിയുടെ അരികിൽ ഒരുപാട് നേരം സംസാരിക്കാൻ നിൽക്കരുത്. അത്യാവശ്യ കാര്യങ്ങൾ സംസാരിച്ച് ആശ്വസിപ്പിച്ച് ദുആ ചെയ്ത് പെട്ടെന്ന് അവിടെ നിന്നും മടങ്ങണം. അത് രോഗിയോടുള്ള മര്യാദകളിൽ പെട്ടതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ 70,000 മലക്കുകളുടെ ദുആ കിട്ടും പ്രിയപ്പെട്ടവരെ. 70,000 മലക്കുകൾ ഇങ്ങനെ നീ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇസ്തഗ്ഫിറൂന ലഹു, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് റജബ് മാസത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള വഴിയാണ് സഹോദരാ, പാപങ്ങൾ പൊറുത്തു കിട്ടാനുള്ള വഴിയാണ് രോഗസന്ദർശനം നടത്തണേ. രണ്ടാമത്തെ അമലേതെന്നറിയോ? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ള രണ്ടാമത്തെ അമലോ വത്തിബാഉൽ ജനായിസി, മയ്യത്തിനെ നിങ്ങൾ അനുഗമിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മരിച്ച മയ്യത്തിനോട് ഒരുപാട് കടമകളുണ്ട്. ഒരു മുസ്ലിം മരിച്ചെന്നറിഞ്ഞാൽ ഒരുപാട് കടമകളാണ് നമുക്കുള്ളത്. ഒന്ന് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇസ്തിർജ നടത്തണമെന്നാണ്, അഥവാ ഇന്നാ ലില്ലാഹി പറയണമെന്നാണ്. ഇനി മരിച്ചത് നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ഭാര്യ മരിക്കാം, നമ്മുടെ മക്കൾ മരിക്കാം, നമ്മുടെ കൂടപ്പറപ്പുകൾ മരിക്കാം, നമ്മുടെ കൂടെ നിന്ന് കച്ചവടം ചെയ്യുന്നവർ മരിക്കാം, ഏത് യാത്രയിലും നമ്മുടെ കൂടെ കൂട്ടുന്ന നമ്മുടെ കൂട്ടുകാർ മരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരാണ് മരിക്കുന്നതെങ്കിൽ പറയണേ, പതറാതെ പറയണം, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. മരണമേത് സമയവും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? മരണമേത് സമയവും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എപ്പോ വേണമെങ്കിലും മരിക്കാമല്ലോ, ആരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകാമല്ലോ. അല്ലാഹുവേ, തങ്ങളുടെ ബഹുമാന്യനായ ഉസ്താദ്, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് മഹാനായ KP ഉസ്താദ്, അവിടത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. 6 പതിറ്റാണ്ട് അള്ളാഹുവിന്റെ ദീൻ ദഅവത്ത് ചെയ്ത മനുഷ്യനാണ്. 6.5 പതിറ്റാണ്ട് പരിശുദ്ധമായ ഇൽമു പഠിപ്പിച്ചു കൊടുത്ത മുദർരിസാണ്. അവിടത്തിന്റെ സവിധത്തിലിരുന്ന് ബൈലാവി ഓതിയതാണ് ഞാൻ. ബൈലാവി ഓതി പഠിച്ചിട്ടുണ്ട്. എത്രമാത്രം നല്ല ജീവിതമായിരുന്നെന്നറിയോ? ഉസ്താദിന്റെ ഒരു ശിഷ്യന്മാരും ഒരാളും ഉസ്താദിനെ കുറിച്ച് മോശം പറയാറില്ല. എത്രയോ പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ടോ? മാദനി ഉസ്താദിനെ പോലെ, സയ്യിദ് ഫൈസി തടിക്കാടിനെ പോലെ വലിയ വലിയ പ്രഭാഷകന്മാർ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ആലിമീങ്ങൾ, മുദർരിസീങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരാണ്. യാ അല്ലാഹ്, രാവിലെ 3:30 മണിയെന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ഉസ്താദ് എഴുന്നേൽക്കും. എന്നിട്ട് അവിടുന്ന് തഹജ്ജുദ് നമസ്കരിക്കും. കാലിന് നല്ലതുപോലെ നീരുണ്ടെങ്കിലും, ശരീരം എത്ര തളർന്നിട്ടുണ്ടെങ്കിലും രാത്രി പാതിരാത്രി വരെ ഇരുന്ന് മുത്താല ചെയ്യാറുണ്ട്. ശരീരം എത്ര അവശതയാണെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേറ്റ് അല്ലാഹുവേ തഹജ്ജുദ് കൃത്യമായിട്ട് നമസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു. ഇന്നലെ പെട്ടെന്നാണ് വിട പറഞ്ഞു പോയത്. അവിടെ കൂടിയിരുന്നവരെല്ലാവരും സംസാരിക്കുന്നത് കേട്ടു. സാധാരണ ഉസ്താദ് രോഗം വരാറുണ്ട്, ആശുപത്രിയിൽ പോയിട്ട് അവിടെ നിന്ന് മടങ്ങി വരാറുണ്ട്. ഇതുപോലെ പെട്ടെന്ന് രോഗം മാറുമെന്നും എല്ലാവരും കണക്കുകൂട്ടി. പക്ഷേ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് മുന്നിൽ ഉസ്താദ് കീഴടങ്ങി അവിടെ നിന്ന് വിട പറഞ്ഞു. എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? സമുന്നതരായ പണ്ഡിതന്മാര് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു സഹോദരോ.
ഉഹറവിയായ പണ്ഡിതന്മാര് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി മുഴുവനും ശൂന്യമാവുകയോ, ആകാശം ധന്യമാവുകയോ. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. അള്ളാന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഒരു പണ്ഡിതന്റെ മരണമെന്നുള്ളത്, ഒരു പണ്ഡിതന്റെ മരണമെന്നുള്ളത് അത് ലോകത്തിന്റെ മുഴുവനും മരണമാ. അനസ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അനസ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഒരു സ്വാലിഹായ മനുഷ്യനെങ്ങാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഇന്നലെ KP ഉസ്താദിന്റെ ജനാസയെ മുൻനിർത്തിക്കൊണ്ടൊരു ആലിമ പ്രസംഗിച്ചതാണ്, ഒരു സ്വാലിഹായ ആലിമായ മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ 40 ദിവസം ഈ ഭൂമി കരയുമെന്നാണ്. 40 ദിവസം ഈ ഭൂമി കരയുമെന്നാണ്. അല്ലാഹുവേ, എത്രയോ നല്ല മനുഷ്യനായിരുന്നു എത്രയോ നല്ല മനുഷ്യനായിരുന്നു. ഇതുപോലത്തൊരു മനുഷ്യൻ ഇനി എൻ്റെ മുകളിൽ സുജൂദ് ചെയ്യാനില്ലല്ലോ എന്നോർത്തുകൊണ്ടൊരു നല്ല മനുഷ്യൻ മരണപ്പെട്ടാൽ ഭൂമി തേങ്ങിക്കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല സഹോദരാ, ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയിട്ട് കബറടക്കുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ആ മനുഷ്യനെ കൊണ്ടുപോയിട്ട് കബറടക്കുന്ന ഖബർസ്ഥാൻ, ആ ഖബർസ്ഥാനിലെ മുഴുവൻ സ്ഥലങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ ആ മനുഷ്യനെ എൻ്റെ ഭാഗത്ത് കബറടക്കണേ അല്ലാ, എൻ്റെ ഭാഗത്ത് കബറടക്കണേ അല്ലാ. ഓരോ സ്ഥലവും ആ മനുഷ്യന് വേണ്ടി അല്ലാഹുവിനോട് തേടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഓർക്കുകയാണ് റബ്ബേ, വിവാഹത്തിന് മുമ്പ് 18 വർഷമാണ് അവിടുന്ന് ദർസ് നടത്തിയത്. വിവാഹത്തിന് ശേഷവും 10 പതിറ്റാണ്ടുകളോളം അവിടുന്ന് വിവിധ സ്ഥാപനങ്ങളിൽ ദർസ് നടത്തി. എത്രയോ സ്ഥലങ്ങളിൽ ഉസ്താദ് കടന്നു വന്നു. എത്രയോ മസ്ജിദുകളാ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എത്രയോ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞു. ആ സ്ഥലങ്ങളെല്ലാം നാളെ അല്ലാഹുവിനോട് പറയും, റബ്ബേ അധികാരമോഹിയായിരുന്നില്ല അല്ലോ, നാലാളുടെ മുന്നിൽ പ്രശസ്തി ആഗ്രഹിച്ചിരുന്നില്ല അല്ലോ, നിന്റെ ദീനിന്റെ ദഅവത്തല്ലാതെ വേറൊരു ചിന്തയുമില്ലായിരുന്നു അല്ലോ. മഹാനുഭാവന് റബ്ബേ നീ സ്വർഗം കൊടുക്കണേ എന്നവിടുന്നിരുന്ന് തഅലീം നടത്തിയ, സുജൂദ് ചെയ്ത, അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഇടങ്ങളെല്ലാം അല്ലാഹുവിനോട് സാക്ഷി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ലവനാണെങ്കിൽ ആ മനുഷ്യന് വേണ്ടി ഭൂമി മുഴുവനും ദുആ ചെയ്യുമടോ. നല്ലവനാണെങ്കിൽ ആ മനുഷ്യന് വേണ്ടി ഭൂമി മുഴുവനും ദുആ ചെയ്യും. അല്ലാഹുവേ, മരിച്ച് ഞങ്ങൾ കിടക്കുമ്പോൾ നാളെ ഞങ്ങളെങ്ങാനും മരിച്ചു പോയാൽ ഭൂമി മുഴുവനും നിന്നോട് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം ചോദിക്കുന്നൊരവസ്ഥ നീ ഞങ്ങൾക്കെല്ലാവർക്കും തരണേ അല്ലാ. മരിച്ചാൽ ഭൂമി മുഴുവനും കരയണം, അതായിരിക്കണം മരണം. നല്ല മനുഷ്യനാണെങ്കിൽ 40 ദിവസം വരെയും ഭൂമി അല്ലാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും എപ്പോൾ വേണമെങ്കിലും മരിക്കാം, ഭാര്യ മരിക്കാം, മക്കൾ മരിക്കാം, താങ്ങാകേണ്ട മക്കൾ മരിക്കാം, നമ്മുടെ മയ്യത്ത് കട്ടിൽ പിടിക്കേണ്ട നമ്മുടെ മക്കൾ നമ്മളെ വിട്ടു പിരിഞ്ഞു പോകാം. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പ്രിയപ്പെട്ടവരെ. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ സ്വന്തം മകന്റെ മയ്യത്ത് കണ്ട മാതാവാണോ? സ്വന്തം മകന്റെ മയ്യത്ത് കണ്ട മാതാവാണോ? അതാ തന്റെ ഭർത്താവായ അബൂ സലമ തങ്ങൾ അവിടുന്ന് മരിച്ചു കിടക്കുമ്പോ ഭർത്താവിന്റെ മയ്യത്തിന്റെ ചാര ഇരുന്നവര് ദുആ ചെയ്യുകയാണ്. റബ്ബേ اللهم أجرني في مصيبتي واخلف لي خيرا منها.
എൻ്റെ ഭർത്താവാണ് ഈ മരിച്ചു കിടക്കുന്നതല്ലാ, എൻ്റെ മകൻ നേരത്തെ മരിച്ചുപോയി, താങ്ങാകേണ്ട എൻ്റെ ഭർത്താവാണ് ഈ മരിച്ചു കിടക്കുന്നത്, ഇത് എൻ്റെ ജീവിതത്തിൽ ആരും എന്നെ സഹായിക്കാനില്ല, നീ എനിക്ക് ഉത്തമമായ ഒരാളെ പകരം തരണേ അല്ലാ. അവിടുന്ന് മയ്യത്തിന്റെ സവിധത്തിലിരുന്ന് ദുആ ചെയ്യുകയാണ്. അവിടുന്ന് തന്റെ ഭർത്താവിന്റെ മയ്യത്തിന്റെ സവിധത്തിലിരുന്ന് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ഉമ്മു സലമ തങ്ങൾ അവിടുന്ന്, ഉമ്മു സലമ ബീവി അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ടോ, ആ ദുആ ഞാൻ ചെയ്തതുകൊണ്ട് അള്ളാഹു എനിക്ക് തന്നതെന്തെന്നറിയോ, പിന്നീട് എനിക്ക് അള്ളാന്റെ റസൂലിന്റെ ഭാര്യയാകാൻ അള്ളാഹു തൗഫീഖ് തന്നു. എൻ്റെ ഭർത്താവാണ് മരിച്ചു കിടക്കുന്നത്, പടച്ചവനെ ഇനി എന്നെ സംരക്ഷിക്കാൻ ആരുമില്ല, എൻ്റെ ഭർത്താവിന് പകരം എനിക്ക് ഏറ്റവും നല്ല ഭർത്താവിനെ തരണേ അല്ലാ. ദുആ ചെയ്തപ്പോൾ അള്ളാഹു കൊടുത്തു. ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാരണത്താൽ ഈ ദുആ പറഞ്ഞു, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അള്ളാഹു പറയാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു പറയാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആര് മരിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാൻ മടിക്കരുത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലമാണ്. 2 മയ്യത്തിനെ കാണാൻ വേണ്ടി പോകണം, മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നിലുണ്ടാകണം. അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ, വമൻ കഫന മയ്യിത്ത, ഏതെങ്കിലും ഒരാൾ ഒരു മയ്യത്തിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ, മയ്യത്തിനെ കുളിപ്പിച്ച് വെള്ള തുണി കൊണ്ട് പുതപ്പിച്ച് കഴിഞ്ഞാൽ, കസാഹുല്ലാഹു മിൻ സുന്ദുസിൻ വ ഇസ്തബറകു, ആ മനുഷ്യന് നാളെ സ്വർഗത്തിൽ നിന്നുള്ള പട്ടുകൊണ്ട് അല്ലാഹു വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. വേറൊരു ഹദീസാണ് അള്ളാന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഒരാളൊരു മരണ വീട്ടിലോട്ട് കടന്നു ചെന്ന് ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി പങ്കുകൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിൽ നിന്നും വെളിവായ ന്യൂനതകൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു തരികയാണ്, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിൽ നിന്നും ന്യൂനതകൾ വെളിവാകാറുണ്ട്, ആ ന്യൂനതകളെ മറച്ചു വെച്ചാൽ അവന്റെ 40ഓളം വരുന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് മയ്യത്ത് പൊതിയണം സഹോദരാ, മയ്യത്ത് പൊതിയാനും മുന്നിലുണ്ടാകണം. നാളെ സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം നിനക്ക് അല്ലാഹു തരുമെന്നാട്. തീർന്നില്ല, വമൻ തബിഅ ജനാസ, മയ്യത്തിനെ പള്ളിയിലോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊണ്ടുവരുമ്പോ ആ മയ്യത്തിന്റെ പുറകിൽ നീയും നടക്കാനുണ്ടാകണേ, ആ മയ്യത്തിന്റെ പുറകിൽ നീയും നടക്കാനുണ്ടാകണേ. ഓരോ ചുവട്ടടിക്കും അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരികയാണ്, ഓരോ ചുവട്ടടിക്കും നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ, ഫലഹു ഖിറാത്ത്, ഒരു മല നിറച്ച് അമൽ ചെയ്ത, ഒരു മല നിറച്ച് പർവ്വതം നിറയെ അമൽ ചെയ്ത പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മയ്യത്തിനെ ചുമന്നുകൊണ്ട് പള്ളിയിലോട്ട് കടന്നു വന്നു, ഖതീബ് കടന്നു വന്നു, ആ മയ്യത്തിന് വേണ്ടി ഇമാമത്ത് നിന്നു. അല്ലാഹുവേ, മയ്യത്ത് നമസ്കാരത്തിലെങ്ങാനും നീ പങ്കാളിയായി കഴിഞ്ഞാൽ, മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി നീ പള്ളിയിലോട്ട് കടന്നു വന്നാൽ അള്ളാന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു തരികയാണ്, മിസ്ലു ജബലുൻ അളീം,
ഹബീബ്, ഉഹദ് മലയോളം പർവ്വത സമാനമായ അമലുകൾ നിനക്ക് അല്ലാഹു നൽകുമെന്നാണ്. പർവ്വത സമാനമായ നന്മകൾ അല്ലാഹു നിനക്ക് നൽകുമെന്നാണ്. ഖീറാത്ത് എന്ന് പറയുന്ന പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്നാണ്. എന്നിട്ട് മയ്യിത്ത് നിസ്കാരത്തിന് ശേഷം ആ ജനാസ ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലോട്ട് കടന്നു ചെന്നു. ആ മയ്യത്തിനെ എടുത്ത് നീ നിന്റെ കൈകൊണ്ട് ഖബറിലോട്ടിറക്കി വെച്ചാൽ, നിന്റെ കൈകൊണ്ട് നീ ആ മയ്യത്തിനെ ഖബറിലോട്ടിറക്കി വെച്ചാൽ, ഇനി അതിന് സാധ്യമല്ലെങ്കിൽ മയ്യത്തിനെ ഖബറടക്കുന്നതിന് നീ സാക്ഷിയായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാണ്, 2 പർവ്വതം നിറയെ അമൽ ചെയ്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു അമലും വെറുതെയല്ല സഹോദരാ, ഒരു പ്രതിഫലവും വെറുതെയല്ല സഹോദരാ. ഇന്ന് നമുക്കൊരു മഹത്വം പറഞ്ഞാൽ മനസ്സിലാവില്ലോ. ഇന്ന് നമ്മളോടൊരു അമലിന്റെ മഹത്വം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇന്നതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. ഇന്ന് നമുക്കതൊക്കെ നിസ്സാരമായിട്ട് തോന്നും. ഇന്നത്തെ കാലം എങ്ങനെയാണ്? നമ്മുടെ ചെറുപ്പക്കാരോട് നന്മകൾ പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്ന കാലമല്ലോ. ഒരു അമലിന്റെ മഹത്വം പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് കേൾക്കാൻ മനസ്സില്ല. രോഗസന്ദർശനത്തിന് മഹത്വമുണ്ടെന്ന് പറഞ്ഞു, മയ്യത്തിനെ കുളിപ്പിച്ചാൽ മഹത്വമുണ്ടെന്ന് പറഞ്ഞു, മയ്യത്തിനെ പൊതിഞ്ഞാൽ മഹത്വമുണ്ടെന്ന് പറഞ്ഞു, മയ്യത്തുമായിട്ട് ചുമന്ന് പള്ളിയിലോട്ട് നടന്നു പോയാൽ മഹത്വമുണ്ടെന്ന് പറഞ്ഞു, മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ മഹത്വമുണ്ടെന്ന് പറഞ്ഞു, കബറടക്കിയാലും മഹത്വമുണ്ടെന്ന് പറഞ്ഞു. ഈ മഹത്വമൊക്കെ എപ്പോഴാണ് മനസ്സിലാകുന്നതെന്നറിയോ? യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ ഹുഫാതൻ വഉറാതൻ വഗുർലാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാണ്, വിവസ്ത്രരായിക്കൊണ്ട്, നഗ്നപാതരായിക്കൊണ്ട്. അല്ലാഹുവേ, അതാ നാളെ പരലോകത്തേക്ക് നമ്മൾ കടന്നു വന്ന് നിൽക്കുന്നൊരു സമയമുണ്ട്. അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് നമ്മൾ കടന്നു വന്ന് നിൽക്കുന്നൊരു സമയമുണ്ട്. വിവസ്ത്രരായിക്കൊണ്ടാണ് നാളെ പരലോകത്തോട്ട് മനുഷ്യരെല്ലാവരും കടന്നു വരുന്നത്. ഈ സമയത്ത് മനുഷ്യരെല്ലാവരും കിടന്ന് നിലവിളിക്കുകയാ. എന്തിനാണ് മനുഷ്യൻ പരസ്പരം നിലവിളിക്കുന്നതെന്നറിയോ? എന്തിനാണ് മനുഷ്യരെല്ലാവരും കിടന്ന് കരയുന്നതെന്നറിയോ? ഒരു നന്മ കൂടുതൽ ചെയ്തിരുന്നെങ്കിലല്ലോ, ഒരു നന്മ കൂടുതൽ ചെയ്തിരുന്നെങ്കിലല്ലോ, നിന്റെ സ്വർഗത്തിലോട്ട് ഹിസാബില്ലാതെ കടന്നു പോകാമായിരുന്നല്ലോ. നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ചില ആളുകള് താഴെ നരകത്തിലോട്ട് മലക്കുകൾ ഇങ്ങനെ കമ്പുകൊണ്ട് കൊളുത്തി താഴോട്ടിടുകയാണ്. ചില ആളുകളെ താഴോട്ടിങ്ങനെ വലിച്ചിടുകയാണ്. ചില ആളുകളെ താഴോട്ടിങ്ങനെ തോണ്ടിയിടുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ആ ഭാഗ്യമില്ലാത്തവരാരാ നബിയേ? നരകത്തിലോട്ട് മലക്കുകൾ തോണ്ടിയിടുന്നവരാരാ നബിയേ? അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയോ? സ്വഹാബാ, ഒരു അമല് കുറഞ്ഞു പോയവരാണ് സ്വഹാബ. ചെറിയ അമലുകളെ നിസാരവൽക്കരിച്ചവരാണ് സ്വഹാബ. രോഗസന്ദർശനത്തിന്റെ മഹത്വം പറഞ്ഞു തന്നപ്പോ, നിസ്കാരത്തിന് ശേഷം തസ്ബീഹ് പറയുന്നതിന്റെ മഹത്വം പറഞ്ഞു തന്നപ്പോ, അതിനെയൊക്കെ നിസാരമായിട്ട് കാണുന്ന സഹോദരാ, നാളെ നീ ഒരു അമല് കുറഞ്ഞതിന്റെ പേരിൽ നാളെ നരകത്തിലോട്ട് പോകരുത്. നാളെ നീ നരകത്തിലോട്ട് പതിക്കരുത്. അതിനു വേണ്ടിയാണ് പറഞ്ഞു തന്നത്. എന്ത് അമല് ചെയ്യാൻ ഒരാൾ പറഞ്ഞു തന്നാലും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. ഒരാളൊരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ മഹത്വം പറഞ്ഞു കഴിഞ്ഞാൽ, ആ നന്മ ചെയ്യാൻ വേണ്ടിയുള്ള ആഗ്രഹം നിന്നിൽ ഉണ്ടാകണേ. അതൊരു മുഅ്മിനിന്റെ സിഫത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ മഹത്വം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകൾ കൂടുതൽ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. 2 അമല് പഠിച്ചില്ലേ? 1 രോഗസന്ദർശനം, 2 മയ്യത്ത് പരിപാലനം. ഇൻഷാ അള്ളാ വാപ്പാടെ മയ്യത്ത് കുളിപ്പിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വന്തം വാപ്പാടെ മയ്യത്ത് കുളിപ്പിച്ചവരൊന്ന് കൈവക്കിക്കേ. വാപ്പാടെ മയ്യത്ത് കുളിപ്പിച്ചവരൊന്നും ഇല്ല നമ്മുടെ കൂട്ടത്തിൽ? വാപ്പ മരിച്ചവരെത്ര പേരുണ്ടെന്ന് കൈവക്കിക്കേ. വാപ്പ മരിച്ചവരെത്ര പേരുണ്ട്? ആരുമില്ലേ? അവർക്ക് വേണ്ടി ഒരു സ്വലാത്തില്ലിക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉപ്പമാരുടെ ഖബറുകളിലോട്ട് നല്ലതുപോലെ ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ്